ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ എവിടെയാണ് ഖറിയ ഗ്രാമം എന്ന് പറയുന്നത്, എവിടെയാണ് മദീന എന്ന് പറയാറുള്ളത്? മുസ്ലിമീങ്ങളായ ആളുകൾ തീരെ ഇല്ലാത്ത ഒരു പ്രദേശത്തിന് അല്ലാഹു ഖറിയ എന്ന് പറയും, ഗ്രാമമെന്ന്. അവിടെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളെങ്കിലും വന്നു ചേർന്നാൽ ഖറിയ എന്ന് പറഞ്ഞതിനെ അള്ളാഹു മദീന എന്നാക്കി മാറ്റും, നഗരം എന്നാക്കി മാറ്റും. സൂറത്ത് യാസീനിൽ നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَاضْرِبْ لَهُم مَّثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ. നബിയേ, അൻതാകിയ എന്ന ഗ്രാമത്തിന്റെ ചരിത്രം അങ്ങനെയായികൾക്ക് പറഞ്ഞു കൊടുക്കൂ. അവിടെ ഈസ നബിയുടെ 3 ശിഷ്യന്മാർ സാദിഖും സദൂഖും ശലൂമും റളിയല്ലാഹു അൻഹും അൻതാകിയയിലേക്ക്, ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ അൻതാകിയയിലേക്ക് ദഅവത്തിന് പോയ ചരിത്രം പറഞ്ഞു കൊടുക്കൂ നബിയേ. എങ്ങനെയാണ് പ്രവാചകന്മാരെ അവർ സ്വീകരിച്ചത്? പ്രവാചകന്മാരെ അവർ അവിശ്വസിച്ചില്ലേ? ആ ചരിത്ര സൂറത്ത് യാസീൻ. وَاضْرِبْ لَهُم مَّثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ إِذْ أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُمَا فَعَزَّزْنَا بِالثَّالِثِ فَقَالُوا إِنَّا إِلَيْكُمْ مُرْسَلُونَ. അവിടെ ഒരാൾ മുസ്ലിമായി ഈ 3 ദൂതന്മാരെയും ആ നാട്ടുകാരെ വധിക്കാൻ തയ്യാറായപ്പോ وجاء من أقصى القرية അല്ല وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ആ നഗരത്തിന്റെ അങ്ങേയറ്റത്തു നിന്നും ഒരാൾ ഓടി വന്നു. ഓ സമൂഹമേ, ഇത്തബിഉൽ മുർസലീൻ, അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാരെ, ദൂതന്മാരെ നിങ്ങൾ അംഗീകരിച്ചേക്കണമെന്ന് ഓടി വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു. അയാളുടെ പേരാണ് സാഹിബു യാസീൻ, മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ആ നാട്ടുകാരെ വധിക്കുകയാണ് ഉണ്ടായത്. അല്ലാഹു പറഞ്ഞു, എന്ത്? ഖീല ദുഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, ഞാൻ മുസ്ലിമായിരിക്കെ എനിക്ക് അല്ലാഹു സ്വർഗ്ഗം തന്നത് എന്നെ വധിച്ചു കളഞ്ഞ അവിശ്വാസികൾക്കറിയില്ലല്ലോ. അവരതറിഞ്ഞിരുന്നെങ്കിലെന്ന് മരിച്ചപ്പോൾ കൊതിച്ചു പോയ ആളാണ് ഹബീബുൻ നജ്ജാർ എന്നവർ. ജീവിച്ചിരിക്കുമ്പോഴും ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, മരിച്ചപ്പോഴും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പോ ആദ്യം പറഞ്ഞു ഗ്രാമം, പിന്നെ പറഞ്ഞു മദീന, നഗരം. എന്തെന്നറിയോ? ഹബീബുൻ നജ്ജാർ എന്ന ഒരാളും 3 പ്രവാചകന്മാരും കടന്നു വന്നപ്പോൾ അത് മദീനയാണ്. ഇത് ഖുർആൻ 1-ലേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. മദീനയും ഖറിയയും, ഗ്രാമം, സിറ്റി, ഒരേ പ്രദേശത്തിന് ഒരേ സമയം അല്ലാഹു 2 വാക്കുകൾ മാറ്റിമറിക്കും. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ ഒരു ദുആ പഠിപ്പിച്ചില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നമുക്ക് എന്തൊക്കെ ഉസ്താദ് പഠിപ്പിച്ചോ കുറച്ച് നേരം കൊണ്ട് ആ ദുആ ചൊല്ലണം. ഏതൊരു കാര്യം ചെയ്താലും അല്ലാഹുവേ സ്വീകരിക്കണേ, റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്യണം. കഅബന്റെ ചരിത്രം പറഞ്ഞില്ലേ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അതിന്റെ എഞ്ചിനീയർ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം? ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് പറഞ്ഞു, കഅബയെ കുറിച്ച് പറഞ്ഞു. എല്ലാം കുറഞ്ഞ നേരം കൊണ്ട് എത്ര ഇൽമ പറഞ്ഞത്, എത്ര ഇൽമാണ്. ഞാൻ ഉസ്താദിൽ നിന്നാണ് തഫ്സീർ പഠിച്ചത്, ഉസ്താദിന്റെ അടുത്തുനിന്ന് സ്വഹീഹ് ബുഖാരി പഠിച്ചത്, ഉസ്താദിന്റെ അടുത്ത് തുഹ്ഫ ഓതി പഠിച്ചത്. ദാറുൽ ഹുദൈബിയിലൊക്കെ ഉസ്താദിനെ പഠിക്കുന്നവരാണ്. ഉസ്താദ് ദാറുൽ ഹുദൈബിൽ മാത്രമേ ദർസ് നടത്തുന്നുള്ളൂ. വലിയ മഹാനാണ്. ആ ഒരു വിനയവും താഴ്മയൊക്കെ കണ്ടില്ലേ? വല്ല ഒച്ചപ്പാടോ വല്ല ബഹളമുണ്ടോ? ഒന്നുമില്ല. പച്ചപ്പാവായിട്ട് വന്നിരുന്നു, ഉസ്താദ് പോവുകയും ചെയ്തു. കുറച്ച് ഇൽമ പറഞ്ഞു, നമുക്ക് ദുആ ചെയ്ത സന്തോഷം പറഞ്ഞു. നമ്മുടെ ആലിമീങ്ങളുടെ വലിയ പ്രത്യേകതയും ഇതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ജാടകളും കാട്ടിക്കൂട്ടലൊക്കെ ഉള്ള ആളുകൾ കാണും. ശരിയായ ആലിമീങ്ങൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ, മറ്റേതൊക്കെ ഒച്ചപ്പാടുകളെ ഉണ്ടാവും. അല്ലാഹു ഹിദായത്ത് നൽകട്ടെ, അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നീ തരേണമേ, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും കൺകുളിർമ തരേണമേ, ആനന്ദം തരണേ. ഖുർറത അയുനിൻ,
വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയവരായി നീ ഞങ്ങളെ മാറ്റി തരണമേ. എന്താണ് ആ ദുആ? അസ്വാജിന, ഞങ്ങളുടെ ഇണകൾ. ചിലടത്ത് ഖുർആൻ സൗജി എന്ന് പറയില്ല, ഭാര്യ എന്ന് പറയാൻ അല്ലാഹു ചിലപ്പോൾ ഇംറഅ, പെണ്ണ് എന്ന് പറയും, ചിലപ്പോൾ അല്ലാഹു സൗജി എന്ന് പറയും. ഇത് എപ്പോഴാണെന്നറിയോ? കല്യാണം കഴിക്കുന്നത് 2 ലക്ഷ്യത്തിനാണെന്നാണ്. ഒന്ന്, ഒരു മനുഷ്യന്റെ ദീൻ പൂർത്തിയാവാൻ, കണ്ണ് സൂക്ഷിക്കാൻ, വ്യഭിചാരത്തിലേക്ക് പോവാതിരിക്കാൻ. അതിനാണ് ഹലാലായി നിക്കാഹ് ചെയ്തോ, നിന്റെ പെണ്ണിന്റെ കൂടെ നീ ജീവിച്ചോ. അത് ദീൻ പൂർത്തിയാവാനാണ്, ഈമാൻ പൂർത്തിയാവാനാണ്. നിക്കാഹിന്റെ സദസ്സിലൊക്കെ ഓതില്ലേ, فمن تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي. أقول قولي هذا. എത്ര അമൽ ചെയ്താലും കല്യാണം കഴിക്കാത്ത മനുഷ്യന്റെ അമൽ അവന്റെ ദീനിന്റെ 2 ഭാഗം പൂർത്തിയായിട്ടില്ല എന്നാണ്. കല്യാണം കഴിഞ്ഞാൽ 2 പൂർത്തിയാകും, പിന്നെ 1 കൂടെ പൂർത്തിയാക്കിയാൽ മതി. അപ്പൊ ഈമാനോടുകൂടെ യോജിക്കാനാ ഒരു ലക്ഷ്യം. രണ്ടാമത്തേത് അവർക്ക് മക്കളുണ്ടാവാൻ, അതിനാ കല്യാണം കഴിക്കുന്നത്. അപ്പോ 2 പേരും ഈമാനികമായി യോജിച്ചില്ലെങ്കിൽ അള്ളാഹു അവരെ പറ്റി സൗജി എന്ന് പറയില്ല. 2 പേർക്കും മക്കളുണ്ടായില്ലെങ്കിൽ അള്ളാഹു അവരെ പറ്റി സൗജി എന്ന് പറയില്ല. ഇംറഅ, പെണ്ണ് എന്ന് പറയാ. ശുദ്ധ ഖുർആനിലേക്ക് വരൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين كفروا امرأة لوط وامرأة نوح. وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. മുസ്ലിമല്ലാതെ മരിച്ചു പോകുന്ന ആളുകൾക്ക് പാഠം പഠിക്കാനുണ്ട്. 2 പെണ്ണുങ്ങളിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഓർത്തു നോക്കിയാൽ ഇങ്ങനെയാണ് നിങ്ങൾക്കും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണമേ. അവിശ്വാസികൾക്ക് മുഴുവനും അല്ലാഹു ഉദാഹരണമാക്കി മാറ്റിവെച്ചത് 2 പെണ്ണുങ്ങളെയാണ്. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. 2 പ്രവാചകന്മാരുടെ ഭാര്യമാർ. ഒന്ന് ലൂത്ത് നബിയുടെ ഭാര്യയാണ്, മറ്റേത് നൂഹ് നബിയുടെ ഭാര്യയാണ്. പക്ഷെ ഖുർആൻ ഇണ എന്നർത്ഥമുള്ള സൗജ് എന്ന് പറഞ്ഞോ ഇല്ല. എന്താ പറഞ്ഞത്? ഇംറഅ, പെണ്ണ്. എന്റെ കാരണം എന്നറിയോ? ഭർത്താക്കന്മാര് നബിമാരാ, ഭാര്യമാര് മുസ്ലിമീങ്ങളായിട്ടില്ല. അപ്പൊ ഇണ എന്ന് പറയാനായിട്ടില്ല. ഫറോവയുടെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹാ മുസ്ലിമത്താണ്. ഫറോവ മുസ്ലിമല്ലല്ലോ. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, നോക്കൂ, മിൻ അസ്വാജിന എന്ന് പറയുന്ന സൗജ് എന്ന് അല്ലാഹു പ്രയോഗിച്ചില്ല. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണം ഫറോവയുടെ ഭാര്യയാണ് ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ പെണ്ണ്. ഫിർഔന്റെ ഭാര്യയാണ്, പക്ഷെ സൗജി ഇണ എന്ന് പറഞ്ഞോ ഇല്ല. എന്തേ? ഫറോവ മുസ്ലിം അല്ലല്ലോ. 2 ആളും മുസ്ലിം ആയാലല്ലേ ഇണയാവുകയുള്ളൂ. അതുകൊണ്ട് അവിടെ പറഞ്ഞില്ല. ഇനി സക്കരിയ നബിയുടെ ചരിത്രം ബഹുമാനപ്പെട്ട ശൈഖുൽ ഉസ്താദ് പറഞ്ഞിവിടെ. സക്കരിയ നബിക്ക് മക്കളില്ലാതെ അല്ലാഹുവിനോട് കുട്ടിയെ ചോദിച്ചുവല്ലോ, സ്വാലിഹായ കുട്ടിയെ തരണം. സക്കരിയ നബി ദുആ ചെയ്തു, പടച്ചവനെ വഷ്തഅല റഅസു ശൈബൻ, തലയാണെങ്കിലോ നരച്ച് തിളങ്ങുന്നുണ്ട് റബ്ബേ, പ്രായമായി. വകാനത് ഇംറഅതി ആഖിറാ, എന്റെ പെണ്ണാണെങ്കിലോ പ്രസവിക്കാത്തവളുമാണല്ലോ പടച്ചവനെ, അവൾ മച്ചിയാണല്ലോ, പ്രസവിക്കാത്തവളാണല്ലോ, ബാരൻ. എന്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ലല്ലോ പടച്ചവനെ, എനിക്കൊരു കുഞ്ഞിനെ നീ തരുമോ? വകാനത് ഇംറഅതി, എന്റെ ഇംറഅത്ത് മുസ്ലിമത്താണ്, പെണ്ണ്, പക്ഷെ പ്രസവിച്ചിട്ടില്ല. അപ്പൊ പെണ്ണ് എന്നാ പറഞ്ഞത്.
ഇനി അല്ലാഹു സക്കരിയ നബിക്ക് ഒരു കുട്ടിനെ കൊടുത്തു. ആ കുട്ടിയുടെ പേരാണ് യഹ്യ അലൈഹിസ്സലാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന യഹ്യ നബി അലൈഹിസ്സലാം. അല്ലാഹു എന്താ പറഞ്ഞു നോക്കൂ, വവഹബനാ ലഹു യഹ്യ വഅസ്ലഹനാ ലഹു സൗജഹ. സക്കരിയ നബിക്ക് യഹ്യ എന്നൊരു കുഞ്ഞിനെ നാം കൊടുത്തു. അവരുടെ ഭാര്യയെ നന്നാക്കി കൊടുക്കുകയും ചെയ്തു. അവിടെ ഇമ്രഅത്ത് എന്നല്ല, പ്രസവിക്കാതിരുന്നപ്പോൾ അല്ലാഹു ഇമ്രഅ പെണ്ണ് പ്രസവിച്ച് കുട്ടിയായപ്പോൾ സൗജ് അവരുടെ ഭാര്യ എന്ന് പറഞ്ഞു, ഇണ എന്ന് പറഞ്ഞു. ഖുർആൻ എവിടെയാണ് സൗജ് എന്ന് പറയുന്നത്, എവിടെയാണ് പെണ്ണ് എന്നർത്ഥമുള്ള ഇമ്രഅത്ത് പറയുന്നത്? കൃത്യമാണ്, വെറുതെ അങ്ങനെ പറയല്ല. ഇവിടെ ആശയങ്ങൾ കിടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു അലിഫ് ലാം മീം അൽ എന്ന പ്രയോഗം ഒന്ന് നോക്കൂ. രണ്ടായത്ത് ഞാൻ ഓതാം. സൂറത്തുൽ ബഖറയിലാണ് ഒന്ന്, മറ്റൊന്ന് സൂറത്ത് ഇബ്രാഹിം. രണ്ടും ഒരേപോലെ എന്ന് തോന്നുന്നുണ്ട് കേട്ടാൽ. ശരിക്കും ശ്രദ്ധിക്കണേ, വ്യത്യാസം എന്താ നിങ്ങൾ പറഞ്ഞു തരണം. ഒന്നാമത്തെ ആയത്താണ് റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനാ. കഴിഞ്ഞു. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനാ. സൂറത്തുൽ ബഖറ. സൂറത്ത് ഇബ്രാഹിമിൽ റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിനാ. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിനാ. ആദ്യം റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനാ. വ്യത്യാസമുണ്ടോ? എന്താ? റബ്ബിജ്അൽ ഹാദാ, രണ്ടാമത്തേത് റബ്ബിജ്അൽ ഹാദാ. ആദ്യത്തെ ആയത്ത് ബലദൻ ആമിന, രണ്ടാമത്തേത് അൽ ബലദ ആമിന. ആദ്യത്തേത് ബലദ് എന്നുള്ളൂ, അൽ ബലദ് എന്നുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ആയത്തിൽ അൽ ബലദ്, ഈ നാടിനെ അൽ എന്ന് വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ശ്രദ്ധിക്കണം. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. സൂറത്ത് ഇബ്രാഹിം റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന. നമ്മൾ ശ്രദ്ധിക്കും കൂടിയില്ല. എന്താ ഇപ്പൊ അൽ ചെറിയൊരു ശബ്ദല്ലേ? എന്തൊരു വ്യത്യാസമാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഭാര്യയായ ഹാജർ ബീവിയെയും മക്കയിൽ ഉപേക്ഷിച്ചു പോകുന്നു. മക്കയിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അവിടെ ജനങ്ങളുണ്ടോ? ആരുമില്ല. വെള്ളമുണ്ടോ? വെള്ളമില്ല. സസ്യലതാദികളുണ്ടോ? ചെടിയുണ്ടോ? വൃക്ഷമുണ്ടോ? ഫലം കായ്ക്കുന്ന കായ്ക്കനികൾ കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ടോ? ഒന്നുമില്ല. കാബന്റെ തറ പോലും കാണാനില്ല. കൊച്ചുകുട്ടിനെയും ഭാര്യയെയും കൊണ്ടുവന്നാക്കിയിട്ട് പോരാണ്. റബ്ബേ, ബസ് സ്റ്റാൻഡ് കൊണ്ടാക്കി പോര കൂടെ അല്ലത്, റെയിൽവേ സ്റ്റേഷനിലാക്കി പോരല്ല, എയർപോർട്ടിലാക്കി പോരല്ല, ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്താക്കി പോരാണ്. അപ്പൊ ഇബ്രാഹിം നബി ചെയ്ത ദുആയാണ് സൂറത്തുൽ ബഖറയിൽ പറയുന്നത്. എന്താ പറഞ്ഞെന്നറിയോ? റബ്ബിജ്അൽ ഹാദാ, അല്ലാഹുവേ ഈ പ്രദേശത്തെ നീ ആക്കേണമേ ബലദൻ ആമിന, സുരക്ഷിതമായ ഒരു നാടാക്കേണമേ അല്ലാഹ്. നാടായിട്ടുണ്ടോ? അത് നാടായിട്ടില്ല. ഇപ്പൊ ആരുമില്ല. ഒരു നാട് എന്ന് പറയണമെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും വേണ്ടേ? ആരുമില്ല. പൊന്നുമോൻ ഇസ്മായിൽ നബിയും ഭാര്യയായ ഹാജർ ബീവിയുമല്ലാതെ മറ്റാരുമില്ല. ആ സമയത്ത് ഇബ്രാഹിം നബി ദുആ ചെയ്തു, പടച്ചവനെ ഇതൊരു നഗരമായിട്ടില്ല, ഇതൊരു ഗ്രാമം പോലും ആയിട്ടില്ല. റബ്ബിജ്അൽ ഹാദാ, ഈ പ്രദേശത്ത് നീ ആക്കേണമേ ബലദൻ ആമിനൻ, സുരക്ഷിതമായ നാടാക്കി തരേണമേ. ഇബ്രാഹിം നബി പോയി. അവിടെ സംസം വെള്ളം ഉണ്ടായി. ഇസ്മായിൽ നബിന്റെ കാലിന്റെ സംസം വന്നു. ജുർഹും ഗോത്രക്കാർ യമനിൽ നിന്ന് വന്ന് താമസമാക്കി. ഇസ്മായിൽ നബി കല്യാണം കഴിച്ചു. നാടൊക്കെ വലുതായി. ഒരുപാട് ആളുകൾ മക്കയിൽ താമസം തുടങ്ങി. ഇബ്രാഹിം നബി വരുമ്പോ മക്കയിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ദുആ ചെയ്ത ദുആയ സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നത് എന്താണ്? ദുആ റബ്ബിജ്അൽ ഹാദൽ ബലദ, റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന. അൽ ബലദ്, ഈ നാടിനെ പടച്ചവനെ എന്നുമെന്നും സുരക്ഷിതമാക്കണമേ. ഈ നാട് എന്നർത്ഥത്തിൽ അൽ ബലദ്. കാരണം അപ്പോഴും മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് അവിടെ. ഇബ്രാഹിം നബി രണ്ടാമത് വന്നപ്പോഴാണ് ഈ നാടിനെ എന്ന് പറയുന്നത്. ആദ്യം വന്നപ്പോ നാടെന്നല്ല, ഇതിനെ ഒരു നല്ല നാടാക്കി കൊടുക്കല്ലാ എന്നാ ദുആ ചെയ്യുന്നത്. രണ്ടാമത് വന്നപ്പോ ഈ നാടിനെ എന്നും സുരക്ഷിതമാക്കണമേ. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കിട്ടണമെന്നല്ല രണ്ടാമത് വന്നപ്പോ ഇബ്രാഹിം നബി പറയുന്നത്, അള്ളാഹുവിനോട് ചോദിക്കുന്നത്.
അല്ലാഹുവേ വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, ഞങ്ങൾക്കും എൻ്റെ മക്കൾക്കും ബിംബാരാധന ചെയ്യാത്തവരായി, ബിംബങ്ങളെ പൂജിക്കാത്തവരായി, ബിംബങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റരുതേ. ആദ്യം ഈ നാടിനെ നല്ല നാടാക്കി പഠിച്ചോനെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇവർക്ക് ഭക്ഷണം കൊടുക്കണേ റബ്ബേ, ഫ്രൂട്ട്സ് കൊടുക്കണം, ഒക്കെ കൊടുക്കണം. അതൊക്കെ കൊടുത്ത് നാടായി മാറിയിരിക്കുകയാണ്. ഇനി പറഞ്ഞു ഈ നാട് അൽ ബലദ്, ഇനി ഇതിനെ സുരക്ഷിതാക്കി നിർത്തി പഠിച്ചോനെ ഖിയാമത്ത് നാൾ വരെ. ഇവർക്ക് ഭക്ഷണമൊക്കെ നീ കൊടുത്തല്ലോ, ഇനി വേണ്ടത് ഇവർക്ക് ഹിദായത്ത് ഉറപ്പിക്കലാണ്. വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അൽ എന്ന രണ്ടക്ഷരേ മാറിയിട്ടുള്ളൂ. അതിലേറെ അത്ഭുതമുള്ള രണ്ടായത്തുകൾ ഞാൻ പറഞ്ഞു തരട്ടെ. സൂറത്തുൽ മുൽക്കിൽ തബാറക്കയിലുണ്ട്, മറ്റൊന്ന് സൂറത്തുൽ നഹ്ലിലുണ്ട്. ഫ്ലൈറ്റിനെ പറ്റി അള്ളാഹു പറഞ്ഞു എന്നതിനർത്ഥം. വിമാനത്തെ പറ്റി പറഞ്ഞു എന്നാ പഠിച്ചോനെ. അള്ളാഹ്ക്കറിയില്ലേ ലോകത്ത് ടെക്നോളജി വികസിക്കുമെന്ന്. ഫ്ലൈറ്റിൽ ഇങ്ങനെ ഹജ്ജിനും ഉംറക്കും പോണില്ലേ ആൾക്കാരെ? ആ ഒരു സംഗതി അള്ളാഹിന്റെ കലാം എങ്ങനെ പറയാതിരിക്കുക? അള്ളാഹു എങ്ങനെ അതിനെപ്പറ്റി പറയാതിരിക്കുക? പറയണ്ടേ? നാലുച്ചു നോക്കുക, പഠിക്കുക. സൂറത്തുൽ മുൽക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن ما يمسكهن إلا الرحمن إنه بكل شيء بصير. إني سورة النحل والآية. أولم يروا إلى الطير مسخرات في جو السماء أولم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا رحمن الله ما يمسكهن إلا الله إنه بكل شيء بصير. إن في ذلك لآيات لقوم يؤمنون. ഒന്ന് പക്ഷികളെ പറ്റിയാണ് പറഞ്ഞത്, മറ്റൊന്ന് ജീവനില്ലാത്ത പക്ഷികളെ പറ്റിയാണ്. ഫ്ലൈറ്റുകളെ കുറിച്ച്, പറക്കുന്നവയെ കുറിച്ച് ഇത് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞ പണ്ഡിതൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഡോക്ടർ അലി മൻസൂർ അൽ ഖയാലി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ. അദ്ദേഹമാണ് ഇത് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത്. വലിയൊരു അത്ഭുതങ്ങളൊക്കെ ഉണ്ട് ഈ ആയത്തിൽ. ഖുർആന്റെ പ്രത്യേകത, ഓരോ കാലം ചെല്ലുമ്പോഴും ഓരോന്ന് കിട്ടും. അതേ വാക്കുകൾ അള്ളാഹു ഉപയോഗിച്ച ആ വാക്കുകൊണ്ട് കഴിഞ്ഞ കാലക്കാർക്ക് ഒരു ആശയം മനസ്സിലായി. അവരിത് പക്ഷികളെ കുറിച്ച് മനസ്സിലാക്കിയേക്കും, നമുക്കിത് ഫ്ലൈറ്റിനെ കുറിച്ചല്ലേ എന്ന് തോന്നിപ്പോകുന്നു. എങ്ങനെ? എന്താ ആശയം? സൂറത്തുൽ മുൽക്കിലെ തബാറക്കയിലെ ആയത്ത് നോക്കൂ, അത് പക്ഷികളെ കുറിച്ചാണ്. أولم يروا إلى الطير فوقهم صافات ويقبضن അവലം യറൗ, ആളുകൾ കാണുന്നില്ലയോ? ഇല ത്വയ്രി, പറക്കുന്നവയെ. എല്ലാ പറക്കുന്നതിനും ത്വയ്ർ എന്ന് പറയും. പറക്കുന്നവയെ കാണില്ലേ? ഫൗഖഹും, അവരുടെ തലക്കു മീതെ, അവർക്കു മീതെയായി പറക്കുന്നവ. ചിറകുകൾ വിടർത്തിക്കൊണ്ടും ചിറകുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്നവയെ അവർ കാണുന്നില്ലേ? ചിറകുകളെ കൂട്ടലും പിടിക്കലക്കാരാ പക്ഷികളാണ്. കാരുണ്യവാനായ അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല അവയെ പിടിച്ചു നിർത്തുന്നത്. കാരുണ്യവാനാണ് റഹ്മാൻ. കരുണ ചെയ്യൽ ആരോടാ? ജീവനുള്ളതിനോടാ കരുണ ചെയ്യാൻ, അല്ലേ? ജീവനില്ലാത്തതിനോട് എങ്ങനെ കരുണ ചെയ്തെന്ന് പറയാം? ജീവനുള്ളതിനോട് പറയുമ്പോഴാണ് റഹ്മാൻ എന്ന് പറയുന്നത്. പക്ഷികൾക്ക് ജീവനുണ്ടല്ലോ. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം വീക്ഷിക്കുന്നവനാണ്. തബാറക സൂറത്തിലെ ആയത്ത് കഴിഞ്ഞു. സൂറത്തുൻ നഹ്ലിലേക്ക് വരണം. അവലം യറൗ ഇല ത്വയ്രി, അവർ പറക്കുന്നവയെ കാണുന്നില്ലേ? പറവയെ കാണുന്നില്ലേ?
ഫൗഖഹും തലക്ക് മീതെ എന്ന് പറഞ്ഞോ? ഇല്ല. ചിറക് വിടർത്തിയിട്ടും കൂട്ടിപ്പിടിച്ചിട്ടും പറക്കുന്ന പക്ഷികൾ എന്ന് പറഞ്ഞോ? ഇല്ല. ഇവിടെ എന്താ അല്ലാഹു പറയുന്നത്? അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ പറക്കുന്നവ എന്നല്ല, കൺട്രോൾ ചെയ്യപ്പെട്ടവ, നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ ഒതുക്കി തന്നവ. മുസഖറാത്തിൻ സഖറ ലനാ, മുസഖറാത്തിൻ കൺട്രോൾ ചെയ്യപ്പെട്ടത്. വാഹനം കയറുമ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹു തആല. എന്താ ദുആ ചെയ്യേണ്ടത് നമുക്കറിയില്ലേ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണല്ലോ. സഖറ ലനാ ഹാദാ, ഇതവൻ നമുക്ക് ഒതുക്കി തന്നല്ലോ, അല്ലാഹു കൺട്രോൾ ചെയ്തു തന്നല്ലോ. ഇരുമ്പുകൾക്ക് ജീവൻ വെക്കുന്നതാണ് കാറുകൾ എന്ന് പറയാറുണ്ട് അല്ലേ? ഇരുമ്പ് കഷ്ണത്തിന് ജീവൻ വെക്കാൻ പെട്രോൾ കൊണ്ട് ഓടുന്നതേ ഇരുമ്പ് കഷ്ണത്തിൽ പോയി പോകുന്നത്. അതിനെ ഒതുക്കി തന്നവൻ നീയല്ലോ അല്ലാഹ്, നീ പരിശുദ്ധനാണ്. സഖറ, ഈ ആയത്ത് നോക്കണം. മുസഖറാത്തിൻ, മുസഖറാത്തിൻ കീഴ്പ്പെടുത്തപ്പെട്ടവയായിട്ട് പറക്കുന്നവ. അതിൽ കയറുമ്പോഴും ചൊല്ലണം സുബ്ഹാനല്ലദീ സഖറ ലനാ. അത് റഡാർ സംവിധാനങ്ങളെ കൊണ്ട് കീഴ്പ്പെടുത്തപ്പെട്ടവയാണ്. ഭൂമിയിൽ നിന്ന് സാറ്റലൈറ്റ് വഴി സിഗ്നൽ വേണം ഫ്ലൈറ്റിന് പറക്കാൻ. മുസഖറാത്തിൻ, അല്ലാഹു കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് അതിനെ. അല്ലാഹുവിന്റെ ആകാശ ലോകത്ത് അവന്റെ വായുവില്ലെങ്കിൽ അവർക്ക് പറക്കാൻ കഴിയില്ല. ഗ്രാവിറ്റി ഇല്ലെങ്കിൽ പറക്കാൻ കഴിയില്ല. വായുവിന്റെ സാന്ദ്രത വ്യത്യാസപ്പെട്ടാൽ പറക്കാൻ കഴിയില്ല. ഇങ്ങനെ കൺട്രോൾ ചെയ്യപ്പെട്ട് ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ പക്ഷികൾ പറക്കുന്നത് നമ്മുടെ തലന്റെ മീതെയാണ്. ഫൗഖഹും സാഫാത്തിൻ. മറ്റേത് 30,000 അടി ഉയരത്തിൽ, 40,000 ഫീറ്റ് ഹൈറ്റിൽ, 50,000 ഫീറ്റ് ഹൈറ്റിലൊക്കെയാണ് ഫ്ലൈറ്റുകൾ പറക്കാൻ പോകുന്നത്, ഫ്ലൈറ്റുകൾ പറക്കുന്നത്. അങ്ങനെ പറക്കുന്നവയെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ? എന്താ പറഞ്ഞറിയോ? ഇത് വലിയ അത്ഭുതമാണ്, ചിന്തിക്കണില്ലേ എന്ന്. പക്ഷിയെ പറ്റി പറഞ്ഞപ്പോ അത് പറഞ്ഞില്ല. അത് മാത്രമല്ല, മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല ഇവയെ കൺട്രോൾ ചെയ്യുന്നത്, പിടിച്ചു നിർത്തുന്നത് അല്ലാഹുവാണ്. പൈലറ്റിന്റെ കഴിവല്ല. ഉണ്ടല്ലോ എയർ ഏഷ്യ ഇവിടെ പോയത്, മലേഷ്യൻ ഫ്ലൈറ്റ് മിസ്സായി പോയത്, മംഗലാപുരത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് വീണുപോയത്, മനുഷ്യനല്ല കൺട്രോൾ ചെയ്യുന്നത്. ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അല്ലാഹ് എന്ന പ്രയോഗം റഹ്മാൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനോടാ കരുണ തോന്നുക. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, പക്ഷിയെ പറ്റി പറഞ്ഞപ്പോ കാരുണ്യവാൻ. ജീവനുള്ളതും ഇല്ലാത്തതുമാണ് ഫ്ലൈറ്റായി പറക്കുന്നത്. ഫ്ലൈറ്റ് അലൂമിനിയമാണ്, അതിന്റെ അകത്ത് മനുഷ്യരുണ്ട്. രണ്ടിനെയും ഉൾപ്പെടുത്താൻ കാരുണ്യവാൻ എന്നല്ല റബ്ബിന്റെ പ്രയോഗം. ഇല്ലല്ലാഹ്, മനുഷ്യൻ, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇരിക്കാതെ പറക്കുന്ന വാർ പ്ലെയിനുകൾ ഉണ്ടല്ലോ, യുദ്ധവിമാനങ്ങൾ, ഒരു മനുഷ്യനും അതിന്റെ അകത്തില്ല. റോക്കറ്റുകൾ, സാറ്റലൈറ്റുകൾ മനുഷ്യനില്ലാതെ പറക്കുന്നവയാണ്. അതിനെയൊക്കെ അറിയിക്കാൻ അല്ലാഹ്, ജീവനുള്ളതിനും ഇല്ലാത്തതിനും പറയുന്ന പ്രയോഗമാണ് അല്ലാഹ്. രണ്ടിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളില്ലേ. ഈ ആകാശത്ത് പറക്കുന്ന പറവകളെ കുറിച്ച്. ഇത് പക്ഷികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷികളെ കുറിച്ച് പറഞ്ഞതായിരിക്കാം. ഇങ്ങനെ കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്ന പക്ഷികൾ, അങ്ങനെയും പറയാം. പക്ഷേ ഇത് ഫ്ലൈറ്റിനെ കുറിച്ചായിരിക്കില്ലേ അല്ലാഹ് എന്ന് പറഞ്ഞത്. അവിടെ റഹ്മാൻ, സ്വാഫാത്തിൻ എന്ന് പറയാതെ ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റാത്ത അത്രയും ഹൈറ്റിൽ പോകുന്ന ഫ്ലൈറ്റുകൾ. മറ്റേത് ഫൗഖഹും, നിങ്ങളുടെ തലന്റെ മീതല്ലേ കാക്കയും പ്രാവൊക്കെ പറക്കുന്നത്, നിങ്ങളുടെ തലക്ക് മീതെ. ഫൗഖഹും, അത് പക്ഷികൾ. ഇത് പറയുന്നത് മഹാവിമാനങ്ങളെ കുറിച്ച് ആയിരിക്കാം. ഉറപ്പിച്ച് പറയല്ല. ഖുർആനിന്റെ വാക്കുകൾ ഭയങ്കര സറ്റിലിറ്റി,
വാക്കുകളുടെ പ്രയോഗങ്ങൾ ഭയങ്കര അത്ഭുതമാണ്. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലൂ. ചൊല്ലൽ അത്ഭുതമാണല്ലോ. വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. ഇരുമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് വഅൻസൽനൽ ഹദീദ. ഖുർആനിൽ ഇരുമ്പ് എന്ന് പറയുന്ന സൂറയുണ്ട്. സൂറത്ത് ഇരുമ്പ് എന്നതിന്റെ അർത്ഥം അൽ ഹദീദ്, സൂറത്തുൽ ഹദീദ്. ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞതാ. ലോകത്ത് ഇത്ര ഉറപ്പുള്ള സാധനം വേറെ ഉണ്ടോ? ഉരുക്ക്, ഇരുമ്പ് എന്നൊക്കെ പറഞ്ഞ സംഗതി ഇല്ല. അള്ളാഹു ഇരുമ്പിനെ പറ്റി പറഞ്ഞത് വഅൻസൽനൽ ഹദീദ. ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞ പോലെ അൻസൽനൽ ഖുർആന, ഖുർആനെ നാം ഭൂമിയിലേക്ക് ഇറക്കി. അതുപോലെ പറഞ്ഞ പ്രയോഗമാണ് വഅൻസൽനൽ ഹദീദ. ഇരുമ്പിനെ നാം ആകാശത്ത് നിന്ന് ഇറക്കുകയാണ് ഉണ്ടായത്. നിങ്ങളെ യൂട്യൂബിലൊക്കെ ദ എർത്ത് മേക്കിംഗ് ഓഫ് എ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു നാഷണൽ ജിയോഗ്രഫി ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്ററി ഉണ്ട് ഭൂമിയെ കുറിച്ച്. ദ എർത്ത് മേക്കിംഗ് ഓഫ് എ പ്ലാനറ്റ്. ദ എർത്ത് എന്ന് പറഞ്ഞ ഭൂമി ഒരു ഗോളത്തിന്റെ രൂപപ്പെടൽ എന്ന് പറഞ്ഞ് നാഷണൽ ജിയോഗ്രഫി ചെയ്ത ആ ഒരു ഡോക്യുമെന്ററി നിങ്ങൾ കണ്ടാൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ബിഗ് ബാങ്ങിന് ശേഷം, മഹാവിസ്ഫോടനത്തിന് ശേഷം എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, അത് ശരിക്കും വീഡിയോ കാണിച്ചിട്ട് ഈ ആയത്ത് ഓതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഭൂമി ഇങ്ങനെ പിളർന്നപ്പോ ഭൂമിയിലേക്ക് തീപന്തങ്ങളായി ഭൂമിയിലേക്ക് പതിച്ചു വന്ന സാധനമാണ് ഇരുമ്പ് എന്ന് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മീറ്റിയേഴ്സുകളായി ഭൂമിയിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഭൂമിയുടെ ഉള്ളിൽ പോയി നിന്നതാ ഇരുമ്പ്. അങ്ങനെ ഒരുപാട് മില്യൺ വർഷങ്ങളെ കൊണ്ട് തണുത്തുറച്ച ഭൂമിന്റെ മണ്ണിന്റെ ഉള്ളിലേക്ക് ഇരുമ്പിന്റെ അംശങ്ങൾ കടന്നുപോയത്, കാന്തശക്തി ഉണ്ടാകുന്നത്. മീറ്റിയേഴ്സ് ഭൂമിയിലേക്ക് ആകാശ ലോകത്ത് നിന്ന് മറ്റു നക്ഷത്രങ്ങളുടെ കണികകളായി ഭൂമിയിൽ ഫോഴ്സിൽ കത്തി കൊണ്ടുവന്ന് ഭൂമിന്റെ ഉള്ളിലേക്ക് കടന്നുപോയ സംഗതിയാണ്. അത് ഇന്ന് കണ്ടെത്തിയ വിഷയമാണ്. പറഞ്ഞാൽ മേലെന്ന് വന്ന സംഗതിയാണ് ഇരുമ്പ് എന്ന് പറഞ്ഞ് നമ്മളിത് കുഴിച്ചെടുക്കുന്നു മാത്രം. അത് വന്നത് അതിന്റെ ഒറിജിൻ മേലെ നിന്നാണ്. ഭൂമി അല്ലാഹു നിർണയിച്ചപ്പോൾ അതിന്റെ ഭൂമി പൊട്ടി ഒരു കഷ്ണമായപ്പോ അതിന്റെ ഭാഗമായി ഇരുമ്പില്ലായിരുന്നു. ഇരുമ്പ് മേലെ നിന്ന് മീറ്റിയേഴ്സായി ഭൂമിയിലേക്ക് നമ്മൾ വാൽനക്ഷത്രമൊക്കെ വീഴുന്ന കണ്ടിട്ടല്ലേ, അങ്ങനെ വന്ന് നിരന്തരമായി ഭൂമിയുടെ ഉള്ളിലേക്ക് അപ്പതിച്ചു വന്ന സംഗതിയായ ഇരുമ്പ്. ഇത് ഞാൻ പറഞ്ഞല്ല, നാഷണൽ ജിയോഗ്രഫിന്റെ ആ ഒരു ഡോക്യുമെന്ററി വാച്ച് ചെയ്ത് നോക്കി. ഇനി ഈ ആയത്ത് ശ്രദ്ധിക്കും. ഇരുമ്പിനെ നാം ഇറക്കുകയാണുണ്ടായത്. ഖുർആൻ ഇറങ്ങി എന്ന വാക്ക് ഉപയോഗിച്ചു അല്ലാഹു. അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് അൻസല എന്ന് അല്ലാഹു പ്രയോഗിക്കുന്നത്. അപ്പോ ശൂന്യതയിൽ നിന്ന്, സ്പേസിൽ നിന്ന് ഭൂമിയെ ലക്ഷ്യമാക്കി വന്ന മീറ്റിയേഴ്സ് ആണ് ഇരുമ്പ് എന്ന് നമ്മൾ ഇന്ന് കണ്ടെത്തിയാൽ അള്ളാഹു ഇരുമ്പിനെ പറ്റി പറഞ്ഞത് വഅൻസൽനൽ ഹദീദ. ഇരുമ്പിനെ നാം ഇറക്കിക്കൊണ്ടുവന്ന സാധനമാണ്. ഭൂമിയിൽ താനും ഉളച്ചുണ്ടായതല്ല, മേലെന്ന് വന്നതാണ്. എന്താ അത്ഭുതമാണ് ആ പ്രയോഗങ്ങളൊക്കെ. അൻസൽനൽ ഹദീദ. ഈ ഭൂമിയിൽ ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് താഴേക്കിടയിൽ കിടക്കുന്ന ഭാഗം ഏതാണെന്നറിയുമോ? ഏത് ഭാഗമാണ് സമുദ്രനിരപ്പിൽ നിന്ന് താഴേക്ക് കിടക്കുന്ന ഏറ്റവും താഴ്ചയുള്ള ഭാഗം? അദ്നൽ അർളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم.
അലിഫ് ലാം മീം. അതിന്റെ അർത്ഥം അല്ലാഹുവിനല്ലാതെ അറിയില്ല. ഗുലിബത്തിർ റൂം, റോമൻ സൈന്യം പരാജയപ്പെട്ടിരിക്കുന്നു. ഫീ അദ്നൽ അർളി, ഫീ അദ്നൽ അർളി, ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് റോമക്കാർ പരാജയപ്പെടുത്തപ്പെടുകയാണ് ഉണ്ടായത്. അന്ന് റോമക്കാർ ക്രിസ്ത്യാനികളാണ് നബിയുടെ കാലത്ത്. പേർഷ്യക്കാർ മതമില്ലാത്തവർ. നബി തങ്ങൾ മതമുള്ളവരാണ്. അപ്പൊ ക്രിസ്ത്യാനികളും മതമില്ലാത്ത പേർഷ്യക്കാർ നമ്മൾ യുദ്ധം നടന്നപ്പോ ക്രിസ്ത്യാനികൾ തോറ്റു. അപ്പോ പേർഷ്യക്കാര് പറഞ്ഞു, ഇറാനികൾ പറഞ്ഞു, കണ്ടില്ലേ, അള്ളാന്റെ ആൾക്കാരെ പരാജയപ്പെടുത്തിയില്ലേ ഞങ്ങൾ. ഈ മുഹമ്മദ് നബി നിങ്ങൾ അള്ളാന്റെ ആൾക്കാരെ പറഞ്ഞ് നടക്കണ്ട, നിങ്ങളും പരാജയപ്പെടും എന്ന് നബിയെ കളിയാക്കി ക്രിസ്ത്യാനികൾ തോറ്റപ്പോ ഖുർആൻ ആ ഭാഗമാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഫീ അദ്നൽ അർളി, അതിന് പണ്ട് നമ്മൾ എത്ര അർത്ഥം ശ്രദ്ധിച്ചിട്ടില്ല. ഭൂമിയുടെ അടുത്ത സ്ഥലത്ത് അർത്ഥം വെച്ചു. അദ്ന എന്ന് പറഞ്ഞാൽ താഴ്ന്നത് എന്ന്. അദ്ദുന്യ, സമാ ഉദ്ദുന്യ, ഭൂമിയിലേക്ക് താഴ്ന്നു വരുന്ന ആകാശം, അതാ ഒന്നാം ആകാശം, സമാ ഉദ്ദുന്യ. അദ്ന എന്ന് പറഞ്ഞാൽ ദ ലോവസ്റ്റ്, ഏറ്റവും താഴേക്കുള്ള സാധനത്തിന് അദ്ന എന്ന് പറയാം. ഫീ അദ്നൽ അർളി, റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ നടന്ന യുദ്ധം ഡെഡ് സീയുടെ ചാവുകടലിന്റെ തീരത്താണ്. ഇന്നത്തെ ജോർഡാനിലെ ചാവുകടലിന്റെ തീരത്താണ് അന്ന് റോമൻ പേർഷ്യൻ യുദ്ധം നടന്നത്. അതിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, ഫീ അദ്നൽ അർളി, ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് വെച്ച് റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആരാ അവരെ പരാജയപ്പെടുത്തിയത്? പേർഷ്യക്കാർ. അല്ലാഹു ഒരു കാര്യം കൂടെ പറഞ്ഞു, വഹും, ആ ക്രിസ്ത്യാനികൾ, മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവർ പരാജയപ്പെടുത്തപ്പെട്ടതിന്റെ ശേഷം ഇനി അവർ ജയിക്കാൻ പോകുന്നുണ്ട്. പേർഷ്യക്കാരെ ഇതേ ക്രിസ്ത്യാനികൾ റോമക്കാർ പരാജയപ്പെടുത്താൻ പോകുന്നു. എപ്പോ? ഫീ ബിദ്ഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. ബിദ്അ എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 ഇടയിലുള്ള വർഷത്തിനാണ് ബിദ്അ എന്ന് പറയാം. 10 കൊല്ലത്തിനിടക്ക് ഇതേ റോമക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തും. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദു, അല്ലാഹുവിനാണ് അധികാരം, മുമ്പും ശേഷവും അല്ലാഹുവിന് തന്നെ. ഈ 10ന്റെ ഇടക്ക് എന്ന് പറഞ്ഞ ആ യുദ്ധം നടന്നത് 7ാമത്തെ കൊല്ലമാണ്. 7 കൊല്ലായപ്പോ റോമക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി. അല്ലാഹു പറഞ്ഞത് സംഭവിച്ചു. നമ്മൾ ശ്രദ്ധിക്കുന്ന ഭാഗം എന്താണെന്നറിയോ? ഒരു ക്രിസ്മസ്, നിങ്ങൾ ഗൂഗിൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഗൂഗിളില്ലേ, ഗൂഗിൾ ടൈപ്പ് ചെയ്യുക, വിച്ച് ഈസ് ദ ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്, ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? മലയാളത്തിൽ ഗൂഗിളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഭൂമിയുടെ ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ഭൂമിയിലെ പ്രദേശം ഏതാണ്? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. എന്നിട്ട് ഈ ആയത്തിലേക്ക് വരും. ഫീ അദ്നൽ അർളി, ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്താണ് റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടത്. ചരിത്രം നോക്കിയാൽ അത് ചാവുകടലിന്റെ വക്കത്താണ്, ഡെഡ് സീയുടെ ഭാഗമാണ്. ലോകത്തെ ഏറ്റവും സമുദ്രനിരപ്പിന് താഴെയുള്ള സ്ഥലം ഡെഡ് സീ നിൽക്കുന്ന പ്രദേശമാണ്, ചാവുകടൽ നിൽക്കുന്ന പ്രദേശമാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നത് അത്ഭുതമല്ലേ? അല്ലാഹു അല്ലേ പറഞ്ഞത്? ഫീ അദ്നൽ അർളി. അല്ലാഹുവേ, അത്ഭുതമാണ്. ഈ പ്രയോഗങ്ങളൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ട് ആ ഖുർആൻ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല, ഇത് ഭയങ്കരമാണ്. ഓരോ വാക്കുകളും അത്ഭുതമാണ്, ഓരോ പ്രയോഗങ്ങളും അത്ഭുതമാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ശുദ്ധ ഖുർആൻ മൂസ നബിയെ മൂസ എന്ന് വിളിച്ച മൂസ എന്ന വാക്ക് ഖുർആനിന്റെ മറ്റൊരു അത്ഭുതമാണ്. അതിനു മുമ്പേ നമ്മുടെ ചെറുപ്പക്കാർ ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അത്ഭുതമാണ് നമ്മൾ പറഞ്ഞത്. സൂറത്തുൽ ബുറൂജിലേക്ക് വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. تبارك الذي الله പരിശുദ്ധനാണല്ലോ. ജഅല ഫിസ്സമാഇ ബുറൂജ, ആകാശത്ത് യാത്ര ചെയ്യാനുള്ള വഴികൾ ഒരുക്കിയവനാണ് അല്ലാഹു. ആകാശത്ത് ഭൂമിയും ചന്ദ്രനും സൂര്യനും യുറാനസും നെപ്റ്റ്യൂനും ബുധനും ശനിയും ചൊവ്വയും ഒക്കെ സഞ്ചരിക്കുന്ന അള്ളാഹുവിന്റെ ആകാശലോകത്തെ ട്രാക്കുകളുണ്ട്, റോഡുകളുണ്ട്. ബുറൂജൻ, ബുർജുകൾ ഉണ്ടാക്കിയ അള്ളാഹുവേ. വജഅല ഫീഹാ സിറാജൻ, ആകാശലോകത്തെ വിളക്കിനെ വെച്ചവനെ അല്ലാഹ്, നീ പരിശുദ്ധനാണ്, വിളക്കിനെ വെച്ചു. വഖമറൻ മുനീറാ, പ്രകാശം തരുന്ന ചന്ദ്രനെ വെച്ചവനെ നീ തബാറക, പരിശുദ്ധനാണ് അല്ലാഹ്. വലിയൊരു അത്ഭുതം ഈ ആഴ്ച എന്താണെന്നറിയോ? സൂര്യനെ സ്വയം കത്താനുള്ള വെളിച്ചമുണ്ട്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമാണോ? അല്ല. സൂര്യന്റെ പ്രകാശം നമ്മുടെ ഭൂമിന്റെ സൈഡിലൂടെ ചന്ദ്രനിൽ പതിക്കുമ്പോ അത് ഭൂമിയിലേക്ക് പതിക്കുക. ചന്ദ്രൻ ഒരു കണ്ണാടി പോലെ അതിലേക്ക് വെളിച്ചം തട്ടുന്നു, അത് ഭൂമിയിലേക്ക്. ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടോ? സ്വയം പ്രകാശിക്കുകയാണോ? അല്ല. മറ്റൊരു പ്രകാശം കിട്ടുന്നതിനെ റിഫ്ലക്ട് ചെയ്യാം. സൂര്യനെ പറ്റി പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു സിറാജ്, അത് വിളക്കാണ്. വിളക്ക് സ്വയം കത്തുന്നതാണ്. സൂര്യനെ സ്വയം കത്താനുള്ള ശക്തിയുണ്ട്. ചന്ദ്രനെ പറ്റി പറഞ്ഞപ്പോ ഖമറൻ മുനീറ, അത് പ്രകാശം തരുന്ന ഒരു ചന്ദ്രനാണ്. പ്രകാശം സ്വീകരിച്ചു തരാൻ, അത് സ്വയം പ്രകാശിക്കുകയല്ല. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുകയല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായത് എപ്പോഴാണ്? എത്ര കഴിഞ്ഞിട്ടാണ്? അല്ലാഹുവിന്റെ വാക്ക് നോക്കൂ. സൂര്യന് സ്വയം കത്താൻ കഴിയും, ചന്ദ്രൻ സ്വയം കത്തുന്നതല്ല. ഒന്ന് സിറാജൻ, മറ്റൊന്ന് മുനീറൻ. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. സൂര്യനും ചന്ദ്രനും ചലിക്കുന്നു എന്ന് പറയുന്ന ആയത്തുകൾ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ, നമുക്കറിയാമല്ലോ. ശുദ്ധ ഖുർആൻ അത്ഭുതത്തോടുകൂടെ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. ലശംസു യംബഗി ലഹാ, സൂറത്തു യാസീൻ. സൂര്യൻ ചന്ദ്രനെ കീഴടക്കാൻ കഴിയുകയില്ല. സൂര്യന് ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. സൂര്യന്റെ വേഗതയെക്കാളും വേഗത കൂടിയ സാധനമാണ് ചന്ദ്രൻ. വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിന്റെ മുമ്പ് വരുന്നതും അല്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, നമ്മൾ പഠിച്ചത് രാത്രി പകലിനെ മുൻകടക്കുന്നതല്ല എന്നാണ്. പക്ഷെ മറ്റൊരർത്ഥം രാത്രി പകലിന്റെ മുമ്പ് വരുന്നതും അല്ല. അറബികൾക്കൊരു വിചാരമുണ്ടായിരുന്നു, ഇന്നും ദിവസം ആരംഭിക്കുന്നത് എവിടെയാ? രാത്രിയോടുകൂടെയാണ്, അല്ലേ? ശരിക്കും നമ്മുടെ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഭാഗത്തൊക്കെ ഇന്നത്തെ രാത്രിക്ക് എന്താ പറയാ? വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി. ഞങ്ങൾ മലപ്പുറത്തൊന്നും അങ്ങനെ പറയില്ല, വെള്ളിയാഴ്ച രാത്രി എന്നേ പറയുള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലാവും, വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി. അപ്പൊ ഇത് ശരിക്കും ശനിയാഴ്ചയാണ്. നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ശനിയാഴ്ചയാണ്. അറബ് കണക്ക് പ്രകാരം സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായാൽ, രാത്രിയായാൽ ദിവസം ആരംഭിച്ചു. അപ്പൊ പകലിന്റെ മുമ്പ് രാത്രിയാ വരുന്നത്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യം രാത്രിയും പിന്നെ പകലും. അപ്പൊ പകലിന്റെ മുമ്പ് രാത്രിയാണുള്ളത് എന്ന് അറബികൾ വിശ്വസിച്ചിരുന്നു. ഖുർആൻ പറയുന്നത് എന്താ നോക്കൂ. വലല്ലൈലു സാബിഖുൻ നഹാർ, പകലിന്റെ മുമ്പ് രാത്രി വരുന്നതല്ല, പകലിന്റെ മുമ്പ് രാത്രി വന്നതല്ല. അതോടൊപ്പം തന്നെ വലന്നഹാറു സാബിഖുൽ ലൈലി, അങ്ങനെ പറയാ. രാത്രിക്ക് മുമ്പ് പകലെന്നോ പകലിന് മുമ്പ് രാത്രി എന്നോ പറയരുത്. രണ്ടും ഒരേ സമയം ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഗോളാകൃതിയുള്ള സാധനമാണ്. ഭൂമി ഗോളാകൃതിയുള്ളതാണ്. ഇവിടെ പകലായാൽ ഇപ്പുറത്ത് ഇരുട്ടുണ്ട്, ഇവിടെ വെളിച്ചം പകലായാൽ ഇപ്പുറത്ത് രാത്രിയാണ്. രാത്രിയും പകലും ഒരേ സമയം ഭൂമിയിൽ അനുഭവപ്പെടും.
നമുക്കിപ്പോ രാത്രിയല്ലേ, അമേരിക്കക്കാർക്ക് ഇപ്പൊ നട്ടുച്ചയായി കഴിഞ്ഞു. അവർക്ക് നട്ടുച്ചയാണ് ഇപ്പോ, നമുക്ക് രാത്രി, അവിടെ പകൽ. അപ്പൊ പകലുണ്ടാകുന്നതിന്റെ മുമ്പ് രാത്രി എന്ന് പറയണമെങ്കിൽ ഭൂമി ഒരു പലക പോലാവണം. ഇവിടെ ഇരുട്ട് പിന്നെ പകൽ അല്ല, ഭൂമി ഉരുണ്ടതാണല്ലോ. ഒരേ സമയം രാവും പകലും ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ ഒന്നിന്റെ മുമ്പ് വരുന്നതാണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അള്ളാഹു ഭൂമി ഉരുണ്ടതാണെന്ന് പറയാൻ ഉപയോഗിച്ച പ്രയോഗമാണ് വലല്ലൈലു സാബിഖുൻ നഹാർ. ആ മൂസ നബിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലേ, അതിനിടക്ക് നമ്മൾ ലിസ്റ്റ് വായിച്ചതല്ലേ. മൂസ നബിന്റെ കഥ പറഞ്ഞില്ലല്ലോ, തുടങ്ങിയില്ലേ. മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, മൂസ നബിയുടെ പേര് മൂസ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൂസ എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഖുർആന്റെ മുഅ്ജിസത്താണെന്ന, ഖുർആന്റെ വലിയ അത്ഭുതമാണ്. മൂസാ നബിയുടെ വാക്ക് മോശെ, മോശെ എന്ന ഹിബ്രു ഭാഷയിൽ നിന്നാണെന്ന് ജൂതന്മാർ പറയും. മോശെ, മൂസ എന്നതിനെ ജൂതന്മാരെന്താ വിളിക്കുക? മോശെ. മോശെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നുണ്ടായവൻ. വെള്ളത്തിലൂടെയാണല്ലോ മൂസ നബി വന്നത്, ആ പേടകത്തിലൂടെ ഒഴുകി വന്നില്ലേ. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കിട്ടിയ ആള് എന്ന അർത്ഥത്തിൽ മോശെ എന്ന ഹിബ്രു ഭാഷയിൽ നിന്നാണ് മൂസ ഉണ്ടായത് എന്ന് ആര് പറയും? ജൂതന്മാർ പറയും. അത് ശരിയല്ല. എന്താ കാരണം എന്നറിയോ? മൂസാ നബിക്ക് പേരിട്ടത് ജൂതന്മാരല്ല. മൂസാ നബി ജീവിച്ചത് ഫലസ്തീനിലാണെങ്കിലും ജനിച്ചത് എവിടെയാ? ഈജിപ്തിലാണ്. ജനിച്ച നാട്ടിലല്ലേ പേരിടുള്ളൂ. മൂസ നബി അലൈഹിസ്സലാമിന് പേരിടാൻ കാരണമാകുന്ന സംഭവം ആ പേടകത്തിൽ മൂസ നബിയെ കണ്ടപ്പോഴാണ്. മൂസ നബിയിലേക്ക് അല്ലാഹു മൂസ നബിയുടെ ഉമ്മാക്ക് വഹി കൊടുത്തല്ലോ. വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി. മൂസ നബിക്ക് മുല കൊടുക്കണം ഉമ്മ. പേടി തോന്നാണെങ്കിൽ ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി വെള്ളത്തിൽ ഒഴുക്കി കളയണം. നിങ്ങൾ പേടിക്കേണ്ട ഉമ്മ, നിങ്ങൾ സങ്കടപ്പെടേണ്ട ഉമ്മ. നിങ്ങളിലേക്ക് ആ കുട്ടിയെ ഞാൻ തിരിച്ചു കൊണ്ടുതരും. ആ കുട്ടിയെ ഞാനൊരു റസൂലാക്കി മാറ്റുകയും ചെയ്യും. അല്ലാഹു പറഞ്ഞു. ആ പേടകം ഒഴുകി വന്നത് ആരാ എടുത്തത്? ഫറോവയുടെ ഭാര്യ ആസിയ ബീവി. ഒരു കുട്ടിയെ കിട്ടി പെട്ടിയിൽ. അതാ ഒരു കുട്ടി എന്നങ്ങനെ പാട്ട് കിട്ടില്ലേ? ആ കുട്ടിനെ കിട്ടി. കുട്ടിന്റെ പേര് അതിലുണ്ടോ? ഇല്ല. ഫിർഔൻ പറഞ്ഞു, ആൺകുട്ടിയല്ലേ, നമുക്ക് കൊല്ലണം. ആൺകുട്ടികളെ കൊല്ലുന്ന കാലമാണത്. ആസിയ ബീവിയാണ് പറഞ്ഞത്. ആസിയ ബീവിയാണ് പറഞ്ഞത്, അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ. ഈ കുട്ടി നമുക്ക് ഉപകാരപ്പെട്ടേക്കും. നമുക്ക് മക്കൾ ജനിച്ചിട്ടില്ലല്ലോ, ഈ കുട്ടിയെ നമ്മുടെ കുട്ടിയായി വളർത്താം, നമുക്ക് ജനിച്ച മകനായിട്ട് വളർത്താം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഔ നത്തഖിദഹു വലദാ. ഈജിപ്ഷ്യൻ ഭാഷയാണ് മൂസ എന്നത്, ഹിബ്രു ഭാഷയല്ല. മോശെ എന്നതിൽ നിന്നല്ല മൂസ എന്നുണ്ടാകുന്നത്. മൂസ ഈജിപ്തുകാരുടെ ഭാഷയിൽപ്പെട്ടതാണ്. ഈജിപ്ഷ്യൻ ഭാഷ 3000 കൊല്ലത്തോളം മരിച്ചു കിടന്ന ഭാഷയാണ്. ഇന്നാണ് ഈജിപ്ഷ്യൻ ഭാഷ നമ്മൾ റിവൈവ് ചെയ്തെടുത്തത്. ഈജിപ്ഷ്യൻ ഭാഷയിൽ മൂസ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂ ബോൺ, ജനിച്ച കുട്ടി എന്നാണ്. വലദൻ, നമുക്ക് ജനിച്ചൊരു കുട്ടിയായിട്ട് ഈ കുഞ്ഞിനെ നമുക്ക് വളർത്തിക്കൂടെ എന്ന് ആസിയ ബീവി പറഞ്ഞപ്പോൾ വലത് എന്ന അർത്ഥത്തിലാണ് ആ കുഞ്ഞിനെ അവര് മൂസ എന്ന് വിളിച്ചത്. മൂസ എന്ന വാക്കിന്റെ അർത്ഥം ജനിച്ച കുട്ടി. നമുക്ക് ജനിച്ച കുട്ടിയായിട്ട് നമുക്ക് വളർത്തിക്കൂടെ, കൊല്ലണ്ട എന്ന് ആര് പറഞ്ഞിരുന്നു? ആസിയ ബീവി. ആ അർത്ഥമാണ് മൂസ എന്ന വാക്കിന്റെ അർത്ഥം. ഇത് ഇന്ന് മനസ്സിലായതാ, ഇന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഫറോവയുടെ ഡെഡ് ബോഡി അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈജിപ്ത് പോയവരുണ്ട്. കെയ്റോ മ്യൂസിയത്തിൽ, ഈജിപ്തിലെ കെയ്റോ നാഷണൽ മ്യൂസിയത്തിലാണ് ഫറോവയുടെ ഡെഡ് ബോഡി കിടക്കുന്നത്. ഇന്നും അള്ളാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഫറോവ, അയാളുടെ പേര് റംസീസ് രണ്ടാമൻ.
ഫറോവ മുങ്ങി മരിക്കുമ്പോ മൂസ നബിയോട് യുദ്ധം ചെയ്ത് മൂസ നബിയെ കൊല്ലാനും ഇസ്രായേൽ മക്കളെ പിടിക്കാനും ചെങ്കടലിലേക്ക് ഇറങ്ങിയ ഫറോവയെ അള്ളാഹു ചെങ്കടൽ 2 വെള്ളം ഭാഗമാക്കി നിർത്തിയിട്ട് മൂസ നബിക്കും അനുയായികൾക്കും ഫലസ്തീനിലേക്ക് കടക്കാൻ വഴി കാണിച്ചു കൊടുത്തുവല്ലോ. അതാണ് ഇന്ന് ബൈബിൾ പുസ്തകത്തിലെ എക്സോഡസ് എന്ന് പറയുന്ന അധ്യായം ചർച്ച ചെയ്യുന്നത്. ഫറോവയും കൂട്ടരും കടലിലേക്ക് വന്നു. അള്ളാഹു എന്ത് പറഞ്ഞു? വെള്ളത്തോട് കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു. ആ നേരത്ത് ഫറോവ വിളിച്ചു പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. അല്ലാഹു അല്ലാതെ ഇസ്രായേൽ മക്കൾ വിശ്വസിച്ച അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാനിതാ വിശ്വസിക്കുന്നേ എന്ന് പറഞ്ഞു. ഫറോവ മരിക്കാൻ നേരത്താണോ ഷഹാദത്ത് ചൊല്ലുന്നത്? ആന ഇപ്പോഴാണോ ഫറോവ നിനക്ക് നേരം കിട്ടിയിരുന്നില്ലേ? ഇനി സ്വീകരിക്കില്ല. وقد عصيت قبل وكنت من المفسدين. ഫറോവ നിന്റെ തൗബ ഞാൻ ഇവിടെ സ്വീകരിക്കില്ല. നിന്റെ വിശ്വാസം എനിക്ക് വേണ്ട. മരണം കണ്ണിൽ കാണുമ്പോഴാണോ ഏകനാണ് പടച്ചവൻ എന്ന് പറയുന്നത്? അതിന്റെ മുമ്പേ പറയേണ്ടതല്ലേ? അല്ലാഹു ഒരു കാര്യം പറഞ്ഞു. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم ننجيك ببدنك لتكون لمن خلفك آية. ഫറോവ നിന്റെ ശരീരം ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെക്കാൻ പോവുകയാണ്. لتكون لمن خلفك آية, നിന്റെ പിൻഗാമികൾക്കൊരു മാതൃകയാവാൻ. വിശുദ്ധ ഖുർആൻ 1400 കൊല്ലം മുമ്പ് പരിശുദ്ധ ഖുർആനിൽ സ്വഹാബത്ത് ഓതുമ്പോൾ ഒരു സ്വഹാബിയും ചോദിച്ചിട്ടില്ല, നബിയേ ഫറോവയുടെ ശരീരം സൂക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞല്ലോ, എവിടെയാണ് ഫറോവയുടെ ശരീരമുള്ളത്? അവർ ഈജിപ്തിലേക്ക് യാത്ര പോയിട്ടുണ്ട്. എന്നിട്ടും ഫറോവയുടെ ശരീരം എവിടെ എന്നവർ ചോദിച്ചിട്ടില്ല. 2-ാം നൂറ്റാണ്ടുകാർ ചോദിച്ചോ? ഇല്ല. താബീങ്ങൾ ചോദിച്ചോ? നമ്മൾ ഇന്നത്തെ കാലത്ത് യുക്തിവാദികളാണ് മനുഷ്യന്മാര്. യുക്തിവാദി ഖുർആനാന്ന് പറ്റൂല, വേറെ തെളിവുണ്ടോ? സ്വഹാബത്തിനറിയാം ഇത് അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. ഫറോവയുടെ ശരീരം സൂക്ഷിച്ചു വെക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ട് ഫറോവയുടെ ശരീരം നബിയുടെ കാലത്ത് കണ്ടെത്തിയിട്ടില്ല, സ്വഹാബത്തിന്റെ കാലത്ത് കണ്ടെത്തിയിട്ടില്ല, താബീയുടെ കാലത്ത് കണ്ടെത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞ് 1300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫറോവയുടെ ശരീരം കിട്ടുന്നത്. അപ്പൊ ആൾക്കാരിങ്ങനെ ഖുർആൻ പരിഭാഷ, നിന്റെ ശരീരം ഞാൻ സൂക്ഷിച്ചു വെക്കും നിന്റെ പിൻഗാമികൾക്ക് പാഠമാവാൻ. എവിടെ ഇപ്പൊ ഫറോവന്റെ ശരീരം? അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്. 1902 അതിന്റെ പരിസരങ്ങളിലോ ആണ് ഈജിപ്തിൽ നിന്നൊരു പെട്ടി കിട്ടുന്നത്, ചെളിയിൽ നിന്ന്. ആ പെട്ടി പൊളിച്ചു നോക്കുമ്പോൾ അതിൽ ശവശരീരമുണ്ട്. ഈജിപ്തുകാർ മമ്മികളാക്കി വെക്കുന്ന കാലമാണത്. മൃതശരീരം, മരിച്ചുപോയ ശരീരം കേടുവരാതെ സൂക്ഷിക്കാനുള്ള ഒരു സ്കിൽ ലോകത്ത് ഒരു ഖൗമിനും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ആർക്കാ പഠിപ്പിച്ചത്? ഈജിപ്തുകാർക്ക്. പരിശുദ്ധമായ ഖുർആൻ അന്ന് മരിക്കുന്ന ഒരു രാജാവിന്റെ ശരീരം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ സമൂഹത്തെ കൊണ്ട് പഠിപ്പിച്ചതായിരിക്കണം മമ്മിയാക്കാനുള്ള സിദ്ധിയെന്ന് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവരെ പഠിപ്പിച്ചത് ഖുർആൻ ശരിയാണെന്ന് ബോധ്യപ്പെടുത്താനാ. ഫറോവയുടെ ശരീരം വെള്ളപ്പൊക്കത്തിൽ നിന്ന് ലഭിക്കുകയും കരയിൽ വന്നടിയുകയും ചെയ്തപ്പോ ഈജിപ്തുകാർ മറ്റെല്ലാ ശവശരീരങ്ങളും സൂക്ഷിക്കുന്ന പോലെ മമ്മിയാക്കി മരുന്ന് വെച്ച് ശരീരം കേടുവരാതിരിക്കാൻ പെട്ടിയിലാക്കി വെച്ചു. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരാണ് ഇയാളെന്ന്. 3000 കൊല്ലം മരിച്ചു കിടന്ന ഈജിപ്ഷ്യൻ ഭാഷ. മൂസ എന്ന പേരിന് ജനിച്ച കുട്ടി എന്നർത്ഥം വരുന്ന ഈജിപ്ഷ്യൻ ഭാഷ 3000 കൊല്ലം മരിച്ചു കിടന്നത്. ഇന്നാണ് മൂസ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരൻ ഫറോവയുടെ ഡെഡ് ബോഡി ഈജിപ്തിലേക്ക്, ലണ്ടൻ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി സയന്റിസ്റ്റുകൾ പരിശോധിക്കാനും പഠിക്കാനും കൊണ്ടുപോയത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്, 20-ാം നൂറ്റാണ്ടിൽ.
അങ്ങനെ ഈജിപ്തിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചു. ആ പെട്ടിയിലെ മുഴുവൻ വാക്യങ്ങളും ഈജിപ്ഷ്യൻ ഭാഷ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു പ്രവാചകന്റെ കാലത്ത് വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ച റംസീസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫറോവയുടെ ശവശരീരമാണ് ഈ കിടക്കുന്നത് എന്ന് ആ പെട്ടിയിൽ ഈജിപ്തുകാരെ കൊണ്ട് അള്ളാഹു എഴുതിപ്പിച്ചില്ലേ? അതില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവോ? ആ ശരീരം ഇന്നവിടെ കിടക്കുന്നുണ്ട്. ഈജിപ്തിലേക്ക് ഫ്ലൈറ്റ് കയറിയാൽ, കൈറോയിൽ ലാൻഡ് ചെയ്താൽ, അങ്ങ് അലക്സാണ്ട്രിയയിൽ എയർപോർട്ടിൽ ഇറങ്ങിയാൽ, ഈജിപ്തിലെ കൈറോയിൽ നാഷണൽ മ്യൂസിയത്തിൽ ചെന്നാൽ നമുക്കും കാണാൻ കഴിയും ഫറോവയുടെ ശരീരം. അവിടെ വേറെയും ഡെഡ് ബോഡികളുണ്ട്. അവ സൂക്ഷിക്കാൻ ഐസ് വേണം. ഫറോവയുടെ ഡെഡ് ബോഡിക്ക് ഒരൈസും വേണ്ടാത്ത വിധം കിടക്കുകയാണ് ആ മനുഷ്യൻ. ഖുർആന്റെ അത്ഭുതമല്ലേ അത്? അള്ളാഹ് സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടുകാരൻ എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അള്ളാഹു കാണിച്ചു കൊടുത്തു. ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഇവിടെ ഒരു വ്യക്തി 1,00,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹ്, നിങ്ങൾ ഈ മൂല്യന്മാര് സയൻസ് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമ്പോ പറയും അത് ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ ചോദിക്കൂലേ? അങ്ങനെ സംശയമുള്ളവരും കൈപൊക്കിയട്ടെ. എന്താ അങ്ങനെ ഖുർആൻ ആദ്യം പറഞ്ഞാൽ പിന്നെ ആദ്യം പറഞ്ഞു തന്നാ പോരായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അല്ലേ? കണ്ടെത്തിയാ പറയാ. ആറ്റത്തിന്റെ ഉള്ളിലെ 2 വിരുദ്ധ ചാർജുകളുണ്ട്, ഇലക്ട്രോണും പ്രോട്ടോണും, അതായത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജുകളുണ്ട് എന്ന് കണ്ടെത്തിയപ്പോ നമ്മൾ യാസീനിലെ ആയത്ത് ഇങ്ങനെ ഓതി വെക്കുമ്പോൾ അതിന് ഭയങ്കര രസം തോന്നുന്നുണ്ട്. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു പരിശുദ്ധനല്ലയോ? അവനല്ലയോ ഇണകളെ പടച്ചത്? ഇണകളെ പടച്ചത് അല്ലാഹുവല്ലേ. മിമ്മാ തുംബിതുൽ അർളു, ഈ ഭൂമി മുളപ്പിക്കുന്നവയിൽ, സസ്യലതാദികളിൽ, ചെടികളിൽ ഇണകളുണ്ട്. ആണും പെണ്ണുമുണ്ട്. വൃക്ഷങ്ങളിൽ നമുക്കറിയില്ലേ, ആണും പെണ്ണുമുണ്ട്. ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, കായ്കൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പരാഗണം നടക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു അന്ന് അറബികൾക്കറിയാം ആണും പെണ്ണുമുണ്ട് ഈത്തപ്പനയിൽ. പക്ഷെ എല്ലാറ്റിലുമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. In everything that the earth grows, ഭൂമി മുളപ്പിക്കുന്ന എല്ലാറ്റിലും ഇണകളുണ്ട്. പിന്നെ പറഞ്ഞു നിങ്ങളിൽ തന്നെയും മനുഷ്യരിലും ജിന്നുകളിലും ഇണകളുണ്ട്, ആണും പെണ്ണുമുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം കൂടെ പറഞ്ഞു, അവരറിയാത്ത പലതിലും ഇണകളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ അറിയാത്ത പലതിനും ഇണകളുണ്ട്. 2 എണ്ണം. ഒന്നിനും രാവ് പകല്, കര കടൽ, അല്ലെ, ഇരുട്ട് വെളിച്ചം എന്നൊക്കെ പറഞ്ഞ പോലെ ഇണകൾ നിങ്ങൾ അറിയാത്ത എല്ലാറ്റിലുമുണ്ട്. ലോകമുണ്ടായത് ആറ്റങ്ങളെ കൊണ്ടാന്ന് പറയല്ലേ, മൂലകങ്ങളെ കൊണ്ട, എലമെന്റ്സ്. മൂലകങ്ങളുടെ ഏറ്റവും ചെറിയ കണികക്കാണ് നമ്മൾ ആറ്റം എന്ന് പറയാം. എല്ലാ ആറ്റത്തിലും ന്യൂക്ലിയസ് ഉണ്ട്. അവിടെ ചുറ്റും കറങ്ങുന്ന 3 സാധനങ്ങളുണ്ട്: ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. എൻ്റെ ഈ ശബ്ദം ഈ മൈക്കിലൂടെ പോകുമ്പോൾ ആയിരക്കണക്കിന് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ ശബ്ദം ഇലക്ട്രോ മാഗ്നറ്റിക് സാധനങ്ങളായി മാറി ശബ്ദവീചിയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകളുണ്ട്. അതില്ലാത്ത ഒരു സാധനവും ലോകത്തില്ല. അത് ഇണകളല്ലേ, രണ്ടും ഇണയല്ലേ, നെഗറ്റീവ് പോസിറ്റീവ്, സാലിബ മൂജബ അറബി പറയുമ്പോൾ. അപ്പോ യാ അല്ലാഹ് ഖുർആൻ പറഞ്ഞോ? നിങ്ങൾക്ക് ആദ്യം പറഞ്ഞൂടെ? അങ്ങനെ ചോദിക്കൂ അല്ലേ? അതിന് മറുപടി ഞാൻ പറയാം. ഭൂമി ചലിക്കുന്നുണ്ട്. ഭൂമി ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ഹദ്ദാദ് നഗറിൽ, ഇവിടെ ഹദ്ദാദ് നഗർ എന്നല്ല ഇങ്ങോട്ട് പറയാം, നമ്മളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുക. എത്ര സ്പീഡ് എന്നറിയോ? 2 മണിക്കൂർ കൊണ്ട് ഞാനും നിങ്ങളും യാത്ര ചെയ്തത്, അള്ളാന്റെ ഈ ഭൂമി സ്പേസിൽ, വായുവിൽ സഞ്ചരിച്ചത് 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചത് എത്ര കിലോമീറ്റർ ആണെന്നറിയോ?
2,16,000 കിലോമീറ്റർ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. 2,16,000 കിലോമീറ്റർ നമ്മൾ ഈ ഇരുന്ന ഇരുത്തത്തിൽ ഭൂമിയോടൊപ്പം സഞ്ചരിച്ചു. അത്ര സ്പീഡ്. 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ ഭൂമിയുടെ വേഗതയാണ്. 1 മണിക്കൂറിൽ 100 കിലോമീറ്റർ നമ്മുടെ വാഹനം, ബസ്, കാറൊക്കെ പോവുക. അപ്പോഴേക്കും വണ്ടി വറക്കാൻ തുടങ്ങും നമ്മുടെ റോഡുകളിൽ. ട്രെയിൻ ഒരു 100-120 കൂട്ടാൻ. ഗൾഫിലൊക്കെ ആണെങ്കിൽ 140-160 സ്പീഡിലൊക്കെ പോയി തരും. മണിക്കൂർ 160. ഭൂമി പോണ സ്പീഡ് എത്രയാണെന്നറിയോ? മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. ആ സ്പീഡിൽ ഭൂമി സൂര്യന്റെ ചുറ്റും സഞ്ചരിച്ച് 1 കൊല്ലം പൂർത്തിയാകുന്നത്, ഒരു റൗണ്ട് ഭൂമി പൂർത്തിയാക്കുമ്പോഴാണ്. ഇവിടെ സൂര്യനാണെങ്കിൽ ഭൂമി ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നു, ഭൂമി സ്വയം കറങ്ങുന്നു, അപ്പോൾ രാവും പകലും ഉണ്ടാകുന്നു. ആ കറക്കം 1,08,000 കിലോമീറ്റർ 1 മണിക്കൂറിൽ എന്ന വിധം ഭൂമി സഞ്ചരിച്ചാൽ 1 കൊല്ലം 365 ദിവസമാകുമ്പോൾ തുടങ്ങിയിടത്തേക്ക് ഭൂമി തിരിച്ചെത്തും. അപ്പോഴാണ് നമ്മൾ ന്യൂ ഇയർ എന്ന് ക്രിസ്തു വർഷത്തെ ആസ്പദമാക്കി ന്യൂ ഇയർ പറയുന്നത്. നമ്മുടെ ന്യൂ ഇയർ മുഹറം ദിനാണ്. ഈ സ്പീഡിൽ ഭൂമി പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? ഒരു ട്രെയിൻ, സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയാൽ പാറിപ്പോലെ അടുത്തുനിന്നാൽ വേഗത കൊണ്ട് ഇങ്ങനെ ഭൂമി കറങ്ങിയിട്ട് ഭൂമിന്റെ അന്തരീക്ഷത്തിൽ ഇപ്പോ കൊടുങ്കാറ്റ് അറിയുന്നുണ്ടോ? ഇത് വായുവല്ലേ? വല്ലത് അറിയുന്നുണ്ടോ? ഈ വായു കൊണ്ട് ഭൂമി പോവാൻ അത്ഭുതം. ഭൂമി വായു അടക്കമാ പോകുന്നത്. അതുകൊണ്ട് അസീറു ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നില്ലേ എന്ന് ഖുർആൻ പറഞ്ഞത്. ഫ്ലൈറ്റ് പോവുകയാണെങ്കിലും ഭൂമിയിൽ തന്നെയാണ്. അന്തരീക്ഷത്തെ കാര്യതുകൊണ്ട് ഭൂമി അല്ലാതാവില്ല. അന്തരീക്ഷം ഭൂമിയുടെ ഭാഗമല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിന് എയർപോർട്ടിൽ നിന്ന് പൊന്തി ഇങ്ങനെ ഫ്ലൈറ്റ് നിന്നാൽ മതി. മേലെ ഫ്ലൈറ്റ് പോകേണ്ട ആവശ്യമില്ല. ഈ വായു ഭൂമിന്റെ ഭാഗമല്ലെങ്കിൽ ഭൂമി ഇപ്പൊ നമ്മളിപ്പോ ഇടത്തുനിന്ന് വലത്തോട്ടം പോകുന്നല്ലേ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ഇങ്ങോട്ട് ജോഹന്നസ്ബർഗിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റ് നേരെ പൊങ്ങിങ്ങനെ നിന്നാ മതിയാവും. വായു കറങ്ങണില്ലെങ്കിൽ ആ ഭൂമി ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ഇറങ്ങിയാൽ മതി. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഭൂമിയോടൊപ്പം വായുവും കറങ്ങണം. അതുകൊണ്ടാണ് ഫ്ലൈറ്റിന് സഞ്ചരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നാൽ പോരെ. ഏതാണ്ട് തിരിഞ്ഞങ്ങനെ വരൂലേ? തിരിഞ്ഞങ്ങനെ വരുമ്പോഴും ലാൻഡ് ചെയ്താൽ മതി. അങ്ങനെയല്ല, വായുവോടൊപ്പം ആ ഭൂമി കറങ്ങുന്നത്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞെന്ന് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ وترى الجبال تحسبها جامدة وهي تمر مر السحاب صنع الله الذي أتقن كل شيء وترى الجبال. നിങ്ങൾ പർവ്വതം ശ്രദ്ധിക്കുമ്പോൾ, പർവ്വതം നോക്കിയാൽ തഹ്സബുഹാ ജാമിദ, ആ പർവ്വതം അവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? പർവ്വതം അനങ്ങാതെ നിൽക്കുകയാണെന്ന് തോന്നുന്നുവോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ പർവ്വതം അനങ്ങണില്ല എന്ന്? വഹിയ തമുറു, ഈ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. മർറസ്സഹാബ്, മേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ. ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അത്ഖന കുല്ല ഷൈഇൻ, എല്ലാം കൃത്യമായി പടച്ചവനാണ് അല്ലാഹു. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അതുകൊണ്ടായി പോകുന്നത് നിങ്ങൾ അറിയാത്തത്. ഇനി നോക്കാം എന്താ പറഞ്ഞത്. പർവ്വതം നോക്കുമ്പോൾ അത് വെറുതെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണെന്ന് തോന്നുന്നുവോ? അവയൊക്കെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഏതുപോലെ? അതൊരു ഉദാഹരണം പറഞ്ഞു. മർറസ്സഹാബ്, മേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ. മേഘങ്ങൾ എങ്ങനെയാ സഞ്ചരിക്കുന്നത്? കാറ്റടിച്ചു വീശിയാൽ കാറ്റിന്റെ ശക്തി കൊണ്ട് മേഘം പോകും. കാറ്റ് പോകുന്നിടത്തേക്ക് മേഘം പോകും. മേഘം ഒറ്റക്ക് പോകല്ല. പർവ്വതം ഒറ്റക്ക് സഞ്ചരിക്കുകയല്ല. ഏഴുമലയിലെ പർവ്വതം ഇങ്ങ് കാഞ്ഞങ്ങാട്ടെ അങ്ങകലെ പാണത്തൂരിലേക്ക് വന്നിട്ടില്ല. പാണത്തൂരിലെ പർവ്വതം അങ്ങ് കൊടകിലേക്ക് പോയിട്ടില്ല. പർവ്വതം അങ്ങനെ തന്നെ. അത് സഞ്ചരിക്കുന്നത് മേഘം പോലെ. മേഘം സഞ്ചരിക്കുന്നത് എങ്ങനെ? കാറ്റിന്റെ സഞ്ചാരം കൊണ്ട് മേഘം പോകും. ഭൂമിയുടെ സഞ്ചാരം കൊണ്ട് പർവ്വതവും പോകും. പർവ്വതം ഒറ്റക്കല്ല, ഭൂമിയുടെ സഞ്ചാരത്തിനനുസരിച്ച് പർവ്വതവും സഞ്ചരിക്കുന്നുണ്ടല്ലോ. എന്തോരത്ഭുതം! എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. പേടിക്കണ്ട, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്.
അത്ഖന കുല്ല ഷൈഇൻ, എല്ലാം കൃത്യമായി പടച്ചവനാണ് അല്ലാഹു. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ പറയാണ്. അങ്ങനെ പോയി നോക്കിയാൽ ഓരോന്ന് അത്ഭുതമുള്ള പദപ്രയോഗങ്ങൾ. വറബ്ബക ഫകബ്ബിർ കുല്ലും ഫീ ഫലകിൻ, സൂറത്തുൽ മുദ്ദസിറിലെ വറബ്ബക ഫകബ്ബിർ, റബ്ബക ഫകബ്ബിർ. തിരിച്ചു വായിച്ചു. റബ്ബക ഫകബ്ബിർ എന്ന് തിരിച്ചു വായിക്കാൻ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് റബ്ബക ഫകബ്ബിർ തന്നെയാ. കുല്ലുൻ ഫീ ഫലക് തിരിച്ചു വായിച്ചു നോക്കൂ. കുല്ലുൻ ഫീ ഫലക് തന്നെ വരാ. കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. പാലിൻഡ്രോം എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയാം. റൈസ് കാർ എന്ന് തിരിച്ചു വായിച്ചു നോക്കൂ. റൈസ് കാർ തന്നെ വായിക്കാം. RACECAR, റൈസ് കാർ. തിരിച്ചു വായിച്ചു നോക്കൂ. റൈസ് കാർ. അതിന് പാലിൻഡ്രോം എന്ന് പറയാം. തിരിച്ചു വായിച്ചാലും അതേ ആശയം. ഖുർആനിലെ പാലിൻഡ്രോം 2 വാക്കുകളാണ്. ഒന്ന് റബ്ബക ഫകബ്ബിർ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ എപ്പോഴും ബഹുമാനിക്കണേ. അവൻ വലുതാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു വലുതാണ്. അല്ലാഹുവിന്റെ വചനങ്ങളാണ് ഖുർആനിലൂടെ നമുക്ക് ഇറക്കി തന്നത്. റബ്ബ് വലുതാണ്, എപ്പോഴും വലുതാണ്. എങ്ങനെ തിരിച്ചും മറിച്ചും വായിച്ചാലും അല്ലാഹു വലുതാണ്. കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം അതിന്റെ ഓരോന്നിന്റെയും ഓർബിറ്റുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുല്ലുൻ ഫീ ഫലകിൻ, തിരിച്ചും മറിച്ചും വായിച്ചാലും കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും റബ്ബക ഫകബ്ബിർ, റബ്ബിനെ നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. പാലിൻഡ്രോം തിരിച്ചു വായിച്ചാൽ അതേ വാക്ക്. ശുദ്ധ ഖുർആൻ പറയുന്നു, ഇങ്ങനെ അത്ഭുതമുള്ള ഖുർആൻ എന്തേ മുസ്ലിമീങ്ങൾ ആദ്യം കണ്ടെത്താത്തത്? സയന്റിസ്റ്റുകൾ കണ്ടെത്തുകയും പിന്നെ അത് ഖുർആനിലുണ്ടെന്ന് നമ്മൾ പറയുകയും ചെയ്യാൻ കാരണം എന്താണ്? കാരണം എന്താണെന്നറിയോ? ഞാൻ ആയത്ത് അവസാനിപ്പിക്കുകയാണേ. ഞാൻ നീണ്ടുപോയ നിങ്ങൾക്ക് ബോറടിച്ചേക്കും. സമയം 12 കാലമായി. ബോറടിക്കുന്നില്ലൊരു കൈവക്കിയാട്ടെ. നിങ്ങൾ കഴിഞ്ഞാൽ ഈ മൂലയിൽ നിർത്തിയാൽ പോകായിരുന്നു. പഠിച്ചോനെ, മൂലയിലാണെങ്കിൽ നിർത്തണില്ല എന്ന് വിചാരിച്ചിരിക്കണ്ട. ഞാൻ ആ നേരത്തെ കുറച്ച് സമയം മിസ്സായില്ലേ, അത് മേക്കപ്പ് ചെയ്യാണ് നിങ്ങൾക്കൊരു സമാധാനത്തിന്. up to 1 o'clock, that's too long. ഇൻഷാല്ലാ 1 മണിക്കാകുമ്പോഴത്തെ ഫ്ലൈറ്റ് മിസ്സാവില്ല റമീസ്. അപ്പോ ഇൻഷാല്ലാ നേരെ പോകാനുള്ളതാണ്. അപ്പോ സാരില്ല, ഇനി വരണ്ടേ, അതൊക്കെ ഒന്ന് പറഞ്ഞു തീർന്ന ഇനി വേറെ പറയാൻ വരണ്ടേ. ഇൻഷാല്ലാ ഈ ആയത്ത് ഭയങ്കര അത്ഭുതമാണ്. ഖുർആൻ പറയും, നോക്കൂ, എന്ത് ആദ്യം സയൻസ് കണ്ടെത്തുന്നത് പിന്നെന്താ നമ്മൾ ഖുർആനിലുണ്ടെന്ന് പറയാൻ കാരണം? അത് അങ്ങനെ തന്നെ വരുള്ളൂ. അങ്ങനെയാ സംഭവിക്കേണ്ടത്. ആദ്യം സയന്റിസ്റ്റ് കണ്ടെത്തണം, പിന്നെ ഖുർആനിൽ നോക്കുമ്പോൾ ഖുർആനിലുണ്ടെന്ന് കാണണം. അതന്നെ അല്ലാഹു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സനുരീഹിം, അവിശ്വാസികൾക്ക്, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവർക്ക്, ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കും. അല്ലാഹു പറയാം, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ, വലിയ അത്ഭുതങ്ങൾ സയന്റിസ്റ്റുകൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. മുസ്ലിം അല്ലാത്തവർക്ക് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എന്റെ അത്ഭുതങ്ങൾ. അങ്ങനെ ആ അവിശ്വാസികൾക്ക് ബോധ്യപ്പെടും അന്നഹുൽ ഹഖ്, ഈ ഖുർആൻ ഹഖാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. ആദ്യം അല്ലാഹു കാണിച്ചു കൊടുക്കും, പിന്നെ ഖുർആനിൽ നോക്കി അല്ലാഹ് ഇത് ഖുർആനിലുണ്ടോ, പടച്ചോനെ അത്ഭുതമാണല്ലോ, ഇതാണ് ഞാൻ ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഈ സംഗതി ഇങ്ങനെ നടക്കുന്നത്. അവര് കണ്ടെത്തുക, പിന്നെ ഖുർആൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ തന്നെയാ സംഭവിക്കുക എന്ന്. അൽഹംദുലില്ലാഹ്, ഒരു വ്യക്തി 1,00,000 രൂപ അല്ലാഹുവേ ഖബൂലാക്ക് റബ്ബേ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റബ്ബേ തക്ക പ്രതിഫലം 2 ലോകത്തും കൊടുക്കണേ പടച്ചോനെ. മുഅ്മിനീങ്ങളെ കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഓഫർ ചെയ്യും. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അത്ഭുതങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ചുകൂടെ പറഞ്ഞ എനിക്ക് നേരം ഉണ്ടാവോ? മതില്ലേ? കാരണം സൂറത്ത് ശുഅറ വിദ്യാർത്ഥിനിയെ കാണൽ ജായിസാണ്. അവരോട് സലാം പറയാം, സംസാരിക്കാം, ഇൽമ പറയാനും പഠിപ്പിച്ചു കൊടുക്കാനും അതിന് വിരോധമല്ല ഇൻഷാ അല്ലാഹ്. പിന്നെ വീട്ടിലൊരു അതിഥിയോ അന്യ ആളുകളോ വന്നാൽ
അവർ സലാം പറഞ്ഞാൽ മടക്കണമെന്നില്ല. അന്യാളുകളോട്, അന്യാണുങ്ങളും പെണ്ണുങ്ങളും സലാം പറയാൻ പാടില്ലെന്നാണ് ചില ആലിമീങ്ങൾ. ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമുണ്ട്, പറഞ്ഞാൽ സലാം മടക്കാം, പക്ഷേ അത് നമ്മളായിട്ട് തുടങ്ങി പറയരുത് എന്ന്. അപ്പോൾ ആരുമില്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് ഈ ഉണ്ടിപ്പലിശന്റെ സമയം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. എന്താ നമ്മുടെ നാട്ടിലൊക്കെ പറയല്, ഉണ്ടിപ്പലിശ എന്നല്ലേ പറയാം. അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് വളരെ സ്വകാര്യമായിട്ട് വരുന്ന ഏർപ്പാടാ. അത് വീട്ടിലേക്ക് വന്ന് ബെല്ലടിച്ചിട്ട് റൂമിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ മടിയിൽ നിന്നൊക്കെ എടുത്തിട്ടോ തരിക. ഒരു പക്ഷെ ആ വീട്ടിലൊരു പെണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭർത്താവ് കൊടുത്തയച്ച പൈസയാണിത്. ഒരു അന്യ പെണ്ണിനെ ഒറ്റക്ക് ഒരു റൂമിൽ കാണുന്നൊരവസ്ഥ ഈ ഉണ്ടി പൈസ കൊടുക്കുമ്പോൾ വരും. അത് ഹറാമാണ്, അത് ഹറാമാണ്. ഒരു അന്യ പുരുഷൻ ഒരു അന്യ പെണ്ണിന്റെ കൂടെ ആവലന് ഹറാമാണ്. ഓടി രക്ഷപ്പെടണമെന്ന് അഴുതുബില്ലാന്ന്. കാരണം നമ്മളൊന്നും വലിയ മുത്തക്കങ്ങളല്ല. പിശാച് അവിടെ വരും, മൂന്നാമത്തെ ആൾ. പിന്നെ തുടങ്ങുന്നൊരു ബന്ധമായിട്ട്, പിന്നെ അത് ഫിത്നയിലേക്കും ഫസാദിലേക്കും വെച്ചു. രണ്ട് ഒരു ആണും ഒരു പെണ്ണും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആവൽ ഹറാമാണ്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഉണ്ടിപ്പലിശയെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴേ ശ്രദ്ധിക്കണേ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആകണം. പെണ്ണുങ്ങളും കെയർഫുൾ ആകണം. അത് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരനെ അവർ അള്ളാഹുവിനെ വിചാരിച്ച് കണ്ണുകളെ സൂക്ഷിക്കണേ. ഹറാമിലേക്ക് കണ്ണുകൾ അയക്കരുത്. അവരെന്ത് ചെയ്യുക, ആ വിഷയം സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ സൂറത്തുൽ ഇൻസാനിലേക്ക് വരാം. നമുക്കൊരു സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഇൻസാൻ. ഖുർആൻ 3 തരത്തിൽ സ്വർഗത്തിന്റെ അനുഭവങ്ങൾ വിശദീകരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. മനുഷ്യന്റെ സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞ് അല്ലാഹു പറയുന്ന വാക്യം നോക്കൂ. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. സ്വർഗ്ഗത്തിലെ ആളുകൾ കുടിക്കുന്നത്, കഴിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമാക്കി പറയുകയാണ്. അവിടെ അബ്റാർ സ്വർഗ്ഗത്തിലേക്ക് വന്നാൽ അവർ കുടിക്കും. ശംസുദ്ദീൻ ഖത്തർ 2 ലക്ഷം രൂപ. അല്ലാഹുവെ ഖബൂലാക്കണേ പഠിച്ചോനെ, അല്ലാഹുവെ ഖബൂലാക്ക റബ്ബേ, സ്വീകരിക്കണേ പഠിച്ചോനെ, 2 ലോകത്തും ഖൈർ കൊടുക്കണേ പഠിച്ചോനെ. നമ്മളൊരു VIP ഒരു ട്രീറ്റിലേക്ക് നമ്മൾ എത്തിയാൽ, ഒരു വിവാഹ സംഗമത്തിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ ചില 5 സ്റ്റാർ ഹോട്ടലുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കള്ളൊന്നും കുടിക്കാതെ കൊടുത്ത് പോകട്ടെ. കള്ളില്ലാത്ത 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല, ഗൾഫ് രാജ്യത്തൊക്കെ കാണാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും, കുടിക്കാനും കഴിക്കാനുമുള്ള ബഫേ ആയിട്ട് ഭക്ഷണം അവിടെ ഉണ്ടാവും. അതിഥികൾ എന്ത് ചെയ്യുക, അവർക്ക് ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട്, ഗ്ലാസ്സും ഉണ്ട്, അതെടുത്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് കുടിക്കാം. അങ്ങനത്തെ സ്ഥലം കാണും. ഒന്നുകൂടെ VIP-കളാണെങ്കിൽ അവർ ഇരുന്നാൽ മതി. സൂട്ടും കോട്ടൊക്കെ നമ്മളെ പെൻകിൻ്റെ മാതിരി കുപ്പായ കെട്ടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല കല്യാണത്തിനൊക്കെ. നിങ്ങൾക്ക് കൊണ്ടുവന്നരും, എന്താ വേണ്ടത് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നരും. അത് വേറെ ഒരു VIP ട്രീറ്റാണ്. പിന്നെ ഈ വാടക കൊണ്ടുവന്ന ആൾക്കാരൊന്നല്ല, വീട്ടുകാരൻ തന്നെ, ആ വീടിന്റെ ഉടമ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരും. ഇത് ഏതാ ഏറ്റവും ഉഷാറ്? അവസാനത്തേത്, വീട്ടുകാരൻ തരുന്നത്. പിന്നെ മറ്റേത് തൊട്ട് താഴെ സ്റ്റാഫ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക. പിന്നെ അതിന് ലേശം താഴെയാണ് നിങ്ങൾ അവിടെ പോയിട്ട് എടുക്കേണ്ടി വരും. സ്വർഗത്തെ പറഞ്ഞപ്പോൾ ഇത് 3 പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇൻസാനിൽ. നോക്കൂ, എന്തൊരു അത്ഭുതമാണ്. അല്ലാഹു ആ സ്വർഗത്തിലെത്താൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. നോക്കൂ, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ. അബ്റാർ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളായ ആളുകൾ, അവർ കുടിക്കുന്നവരാണ്. മിൻ കഅസിൻ, ചില കോപ്പകൾ. കാന മിസാജുഹാ കാഫൂറാ, ആ പാനീയം തന്നെ സുഗന്ധം കലർത്തപ്പെട്ടത്, ആ പാനീയത്തിന് തന്നെ സുഗന്ധം, പിന്നെ രുചിയുള്ളതും. അതിൽ നിന്ന് അവർ കുടിക്കുന്നവരാണ്. അവരവിടെ പോയിട്ട് കുടിക്കേണ്ടി വരും, ചെന്നിട്ട് കുടിക്കാം, ബഫേ സിസ്റ്റം പോലെ. ഇനി നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുതാഫു അലൈഹിം ബിആനിയതിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബിൻ കാനത് ഖവാരീറ മിൻ
ഫില്ലത്തിൻ ഖദ്ദറുഹാ തഖ്ദീറാ. ചില ആളുകൾക്ക് സ്വർഗലോകത്ത് ആളുകൾ വെള്ളിയുടെയും സ്വർണത്തിന്റെയും കോപ്പകൾ അവരുടെ മുമ്പിലൂടെ ഇങ്ങനെ കൊണ്ടുവരും. ويسقون فيها كأسا كان مزاجها زنجبيلا. ويسقون അവർ കുടിപ്പിക്കപ്പെടുന്നവരാണ്. അവർ കുടിപ്പിക്കപ്പെടുന്നവരാ. ആദ്യം പറഞ്ഞത് യശ്റബൂന, അവരായിട്ട് പോയി കുടിക്കണം. ഒന്നുകൂടെ ഗ്രേഡ് കൂടുമ്പോ വയുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല, അവർക്ക് ചില കോപ്പകളിൽ പാനീയം കുടിപ്പിക്കപ്പെടും. ആ പാനീയമാണെങ്കിലോ ജിഞ്ചർ കലർത്തപ്പെട്ടവയാണ്, സ്വർഗത്തിൻ്റെത്. ഇനി ഒന്നുകൂടെ ഗ്രേഡ് കൂടുമ്പോ ഒന്നുകൂടെ അല്ലാഹു അവർക്ക് സ്ഥാനം ഉയർത്തുമ്പോൾ 21-ാമത്തെ ആയത്ത് നോക്കൂ. عليهم ثياب سندس خضر واستبرق وحلوا أساور من فضة وسقاهم ربهم شرابا طهورا. ഒന്നുകൂടെ സ്ഥാനം ഉയരുമ്പോൾ സഖാഹും റബ്ബുഹും, അവരുടെ അല്ലാഹു അവരെ കുടിപ്പിക്കും, റബ്ബ് തന്നെ കുടിപ്പിക്കും. ശറാബൻ തഹൂറാ, ശുദ്ധമായ പാനീയം അല്ലാഹു തന്നെ കുടിപ്പിക്കും. വീട്ടുകാരൻ കുടിപ്പിക്കുന്ന പോലെ അല്ലാഹു കുടിപ്പിക്കും. ഇത് മൂന്നും പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇൻസാനിൽ. സ്വർഗത്തിലേക്ക് വരുന്നവര് ആദ്യം ഒരു കൂട്ടർക്ക് അവിടെ പോയി കുടിക്കാൻ സംഗതിയൊക്കെ റെഡിയാണ്. വേറെ കൂട്ടർ അവരവിടെ ഇരുന്നാൽ മതി, വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരും, ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരും, അവർ നടക്കണ്ട, ക്യൂ നിൽക്കണ്ട. പിന്നെ ആ കൊണ്ടുവരുന്ന ജോലിക്കാരല്ല, അല്ലാഹു തന്നെ. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോൾ എന്തൊരു മനോഹരം, എന്തൊരു മനോഹരം. സൂറത്തു റഹ്മാൻ എടുത്തു നോക്കൂ. ഇൻഷാല്ലാഹ് അതിന്റെ തഫ്സീറൊക്കെ അബൂദാബി ചെയ്തിരുന്നു. അതിന്റെ സീഡിയോ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. സൂറത്തു റഹ്മാന്റെ എന്തൊരു മനോഹരാണെന്നോ. ഓരോ ആയത്തുകളും പറയുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും 1000 അത്ഭുതങ്ങളുള്ള ആയത്തുകളാ തൊട്ടു മുമ്പിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് എന്തിനും എന്താ ഉള്ളത് തോന്നിപ്പോകും. പക്ഷെ ഒന്ന് ആയത്ത് ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് ഇങ്ങനെ അത്ഭുതങ്ങളുടെ മഹാകലവറയാണ് അല്ലാഹുവിന്റെ ഖുർആൻ. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ അല്ലാഹു ഇത് പഠിപ്പിച്ചു തരും. ഇത് വെറുതെ ഓതി തീർക്കാനുള്ളതല്ല, വെറുതെ ഓതി തീർക്കാനുള്ള. ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് വന്ന് ചോദിച്ചു, ആയിഷ ബീവി, നിങ്ങളും അല്ലാഹുവിന്റെ റസൂലും ജീവിച്ച ജീവിതകാലത്ത് നിങ്ങൾക്ക് മറക്കാനാവാത്ത വല്ല അനുഭവമുണ്ടോ? ഒന്ന് പറഞ്ഞു തരിൻ. മറക്കാനാവാത്ത അനുഭവം, കൂടെ ജീവിച്ച ജീവിതകാലത്ത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമുണ്ടോ? 10 വർഷത്തെ ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഉണ്ടോ? മഹാനായ താബിഈ ചോദിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുകൊണ്ട്, എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം. അന്നൊരിക്കൽ എൻ്റെ വീട്ടിൽ രാത്രി സമയം ഇരുട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കാരം തങ്ങൾ നിസ്കരിക്കാൻ തങ്ങളിങ്ങനെ ഓതുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തോതി അഷ്റഫുൽ ഖൽഖ് കരയുന്നുണ്ട്. ഒരുപാട് നേരം ഖിയാമിൽ നിന്ന് നബി തങ്ങൾ കരയുകയായിരുന്നു. റുകൂഇലേക്ക് വന്ന് നബി തങ്ങൾ കരയുകയാണ്. ഒരുപാട് നേരം റുകൂഇൽ കിടന്ന് നബി സമിഅ അല്ലാഹു ലിമൻ ഹമിദ സുജൂദിലേക്ക് പോകുന്നു. ഒരുപാട് നേരം സുജൂദിൽ കിടന്ന് നബി കരയുന്നത് ഞാൻ അറിഞ്ഞു. നബി എഴുന്നേറ്റു, രണ്ടാമത്തെ സുജൂദിലേക്ക് പോയി. രണ്ടാമത്തെ റക്അത്തിലും എഴുന്നേറ്റ് ഇതേ ആയത്തുകൾ നബി ഓതുകയാണ്. നബി എഴുന്നേറ്റപ്പോൾ അവിടുന്ന് സുജൂദ് ചെയ്ത മണ്ണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടു നോക്കുമ്പോൾ കണ്ണുനീരിന്റെ നനവ് ആ
മണലുകളിൽ എനിക്കറിയാൻ സാധിച്ചുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. 2 റക്അത്ത് നിസ്കരിച്ചപ്പോഴേക്കും സുബ്ഹിയായി കഴിഞ്ഞു. ദീർഘമായ നിസ്കാരം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, നബിയേ, സുബ്ഹിക്ക് വാങ്ക് കൊടുക്കാൻ നേരമായി നബിയേ, വാങ്ക് കൊടുക്കട്ടെ. 2 റക്അത്ത് നിസ്കരിച്ചപ്പോഴേക്കും മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയത്. അത്രയും ദീർഘമായ നിസ്കാരം. അതിന് സാക്ഷിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം കഴിഞ്ഞിട്ടില്ല. ബിലാൽ ഇബ്നു റബാഹ് എന്നവർ വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കരയുന്നുണ്ട്, തേങ്ങി തേങ്ങി കരയുന്നു. യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, നബിയേ, എൻ്റെ വാപ്പയും ഉമ്മയും അങ്ങേക്ക് ദണ്ഡമാണ് നബിയേ, പറയണം. മാ യുബ്കീക യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്താ അങ്ങേ കരയിപ്പിച്ചത്? ഞാനും കരയട്ടെ നബിയേ, എന്താണ് അങ്ങേ കരയിപ്പിച്ചത്? സഹാബികൾ അങ്ങനെ, നബി എന്താ കരയണത്? അവരും അതിന് കരയും. യാ ബിലാൽ, ബിലാലേ, ഉൻസിലത് അലയ്യ ലൈല ആയ, ഇന്നലെ രാത്രിയാണ് എനിക്കൊരു ആയത്ത് ഇറങ്ങിയത്. ആ ആയത്ത് എനിക്ക് അവതരിപ്പിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്ത് ഓതി നോക്കുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. ഇങ്ങനെ ഈ ആയത്ത് വെറുതെ അങ്ങനെ ഓതുകയും ചിന്തിക്കാതെ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ആയത്ത് എനിക്ക് അല്ലാഹു ഇറക്കി തന്നു. അതിന്റെ ആശയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളും ഭൂമിയും പടച്ചതിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, എങ്ങനെയാണ് രാവും പകലും ഇരുട്ടും വെളിച്ചവും ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സൂര്യൻ ഉദിക്കുന്നത്, ആ ഉദിക്കാൻ ഭൂമി അല്ലാഹു കറക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്, അതിനനുചിതമായി ഭൂമിയെ അല്ലാഹു കറക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം പഠിക്കുന്നവർക്ക് ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിമാനികൾക്ക് ഇതിലൊക്കെ പാഠങ്ങളുണ്ടല്ലോ. പാടുണ്ടെന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ പോവാണ്. ചിന്തിക്കാതെ പോയാൽ ശിക്ഷയുണ്ട്. ഭൂമിയെക്കുറിച്ച് പഠിക്കണം, ജിയോഗ്രഫി പഠിക്കണം, ജിയോളജി പഠിക്കണം, മൈനിങ്ങിനെ സംബന്ധിച്ച് പഠിക്കണം, ആസ്ട്രോണമി പഠിക്കണം, ആകാശ ലോകത്തെക്കുറിച്ച് പഠിക്കണം, സോളജിയും ബോട്ടണിയും പഠിക്കണം, ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണം. ഇതൊക്കെ അല്ലാഹുവിന്റെ ഭൂമിയെക്കുറിച്ച്, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇത് മുസ്ലിം പഠിക്കണം. എന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരണം. അങ്ങനെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളം പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് ആരെങ്കിലും വെറുതെ ഓതുകയും ചിന്തിക്കാതെ പോവുകയും ചെയ്താൽ അവർക്ക് നാശമാണ്, ശിക്ഷയാണെന്ന് ജിബ്രീൽ എനിക്ക് ഇന്നലെ രാത്രി ഇറക്കി തന്ന ആയത്തുണ്ട് ബിലാൽ. ഞാൻ അതിനെക്കുറിച്ചുള്ള ബേജാറിലാണ്. ആരാ ബുദ്ധിമാനികൾ എന്നറിയോ? ആരാ ബുദ്ധിമാനികൾ? കുറെ താടിയും തൊപ്പയും വളർത്തിയിട്ട് ദൈവമില്ല പടച്ചവനില്ല എന്ന് പറയുന്നവനല്ല ബുദ്ധിമാനി. അവൻ യുക്തിയുടെ അടിമയാണ്. ബുദ്ധിമാനി ആരാന്നറിയോ? الذين يذكرون الله قياما وقعودا وعلى جنوبهم, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ. മഹാനായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, ദിക്റുകൾ ഒഴിവാകുന്ന സമയമുണ്ടാകരുത്. നിങ്ങൾ എപ്പോഴും ദിക്ർ ചൊല്ലണേ. സാധാരണ വസിയത്തതാണ്, എപ്പോഴും ദിക്ർ ചൊല്ലണേ. സംസാരിക്കാൻ പോലും കഴിയാതെ സക്കരിയ നബിക്ക് 3 ദിവസത്തെ മൗനം അല്ലാഹു ഭാര്യ ഗർഭിണിയാണെന്ന് അറിയിച്ചു കൊടുക്കാൻ നൽകിയപ്പോഴും ദിക്ർ ചൊല്ലാൻ മറക്കല്ലേ എന്ന് സക്കരിയ നബിയോട് പറഞ്ഞുവല്ലോ. ഉസ്താദ് ഓർമ്മപ്പെടുത്തിയില്ലേ? സംസാരിക്കാൻ കഴിയാത്തവൻ പോലും ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയുന്ന നാവ് ചലിക്കുന്ന ഒരാൾ ദിക്ർ ചൊല്ലാതിരിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. എപ്പോഴും ദിക്ർ ചൊല്ലുന്നവർ, നിന്നും കടന്നും ഇരുന്നും ദിക്ർ ചൊല്ലുന്ന ആളുകൾ അവരാണ് ബുദ്ധിമാനികൾ. അവര് ഇരുന്നും കടന്നും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, അല്ലാഹുവിന്റെ പ്രപഞ്ച ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് അവർ. ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ദിക്ർ ചൊല്ലുന്നവർ, നിസ്കരിക്കുന്നവർ, അല്ലാഹുവിനെ ഓർക്കുകയും പ്രപഞ്ചത്തെക്കുറിച്ച് ഓർക്കുകയും ചെയ്തവർ പറയും, റബ്ബനാ, ഞങ്ങൾ
ഞങ്ങളുടെ രക്ഷിതാവേ മാ ഖലഖത ഹാദാ ബാതില ഈ പ്രപഞ്ചത്തെ നീ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ ഫഖിനാ അദാബന്നാർ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ അവരാ ബുദ്ധിമാനികൾ. അവർക്കിതിൽ പാഠമുണ്ട്. ചിന്തിക്കണം, നിങ്ങൾ ധാരാളം ചിന്തിക്കണേ എന്ന് അല്ലാഹു പറയുന്ന ഈ ആയത്ത് ചിന്തിക്കാതെ വെറുതെ ഓടിപ്പോയാൽ, വെറുതെ അങ്ങ് മറിച്ചു പോയാൽ, ചിന്തിക്കാതെ വെറുതെ ഖിറാഅത്ത് മാത്രം നടത്തിപ്പോയാൽ അവർക്ക് ശിക്ഷ വരെ കിട്ടുമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞു എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞു കൊടുത്ത ആ അനുഭവമാണ് ആയിഷ ബീവിയുടെ ജീവിതത്തിൽ നബിയുടെ കൂടെ ജീവിച്ചിട്ട് മറക്കാൻ കഴിയാത്ത അനുഭവമെന്ന് അത്ഹാ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കാനുള്ളതാണ്, പഠിക്കാനും ആലോചിക്കാനും. അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഖൽബ് ഇങ്ങനെ ഈമാൻ കൊണ്ട് നിറയും. അള്ളാഹു ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ്. സമയം 12:40 നമ്മൾ എഴുന്നേറ്റ്